ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വചനങ്ങളെ കേട്ടെന്ന് ബലപ്പെടാം. വലിയ പ്രവൃത്തികൾ നടക്കും. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ പ്രതീക്ഷയോടെ വേണം കർത്താവിൻ്റെ സന്നിധിയിൽ വരാൻ. കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്ന സമയത്ത് ഇന്നലെ നമ്മൾ കേട്ടതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ, എങ്ങനെയെന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കുവാൻ ദൈവസന്നിധിയിൽ കഴിയത്തില്ല. കർത്താവ് പ്രവർത്തിക്കും. ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞാൽ ലോകപ്രകാരം ചില കൺസെപ്റ്റുകളുണ്ട്, ലോക മനുഷ്യൻ്റെ പ്രകാരം ചില കൺസെപ്റ്റുകളുണ്ട്. അവൻ വലിയ പ്രയാസത്തിലൂടെയും ദുരിതത്തിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ് യേശുവിൻ്റെ മാർഗമെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ നിങ്ങൾ ബൈബിളിൽ സുവിശേഷത്തിൻ്റെ അപ്പോസ്തലന്മാർ കഷ്ടതയെപ്പറ്റി പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. അവിടെ സുവിശേഷ നിമിത്തമുള്ളൊരു കഷ്ടതയുണ്ട്. ഒരു സ്ഥലത്ത് ഇപ്പോൾ സുവിശേഷം അറിയിക്കുവാൻ ചെല്ലുന്ന സമയത്ത് ഇന്നത്തെ പോലെ നമ്മളീ കാണുന്ന പോലെ വലിയ വലിയ അറിയപ്പെടുന്ന രീതിയിൽ സുവിശേഷം വളരാത്തൊരു കാലഘട്ടത്തിൽ അവർ പോകുന്ന പട്ടണങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ നിമിത്തം അവർ പറഞ്ഞത്, ഈ പ്രശ്നങ്ങളിൽ ഞങ്ങൾ തുടരുന്നില്ല, എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ഞങ്ങളെ പരിപൂർണമായ ജയത്തെ നടത്തുന്ന ഒരു ദൈവം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു പരിപൂർണമായ ജയം നൽകി നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരും. എന്നോട് ദൈവാത്മാവ് ഒരു സനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുകയാണ്. സനീഷ് എന്നാണ് ആ വ്യക്തിയുടെ പേര് എൻ്റെ മനസ്സിലേക്ക് കർത്താവ് തരുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിർബന്ധം തരുവാണ്. ഈ സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അത് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ സനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ദൈവാത്മാവ് പറയുന്ന ഈ ദിവസങ്ങളിൽ ശൂന്യമായ പടകിനെ ഞാൻ നിറയ്ക്കാൻ വേണ്ടി പോവാണ്. ആ ശൂന്യമായ അവസ്ഥയെ ഞാൻ നീക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആരാണോ ഇതിൻ്റെ അകത്തുള്ളത്, സൂമിലോ ഈ ലൈവിൽ പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണം. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ കുടുംബത്തെ പോയിട്ട് പറയണം, ആ സഹോദരിയോട് പറയണം, ഭാരപ്പെടേണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും എന്ന് പറയണം. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. വലിയ കൃപകളാൽ ദൈവം നമ്മളെ നടത്തുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടി ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത ഉണ്ടായിരിക്കണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തകരാൻ വേണ്ടിയല്ല, നശിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ ഇന്നൊന്ന് പറഞ്ഞോട്ടെ, കർത്താവ് എന്നെ വിളിച്ചത് തകരാനല്ല, നശിക്കാനല്ല, ജീവനിൽ വാഴാനാന്ന് പറ. വിളിച്ചത് നശിക്കാനല്ല, ജീവന്റെ പ്രകാശത്തിലേക്ക് നയിക്കുവാനാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് വലിയ ദൈവപ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്കിന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് കേൾക്കാം. സഭാപ്രസംഗി നമ്മൾ തുടർമാനമായിട്ട് ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ട് വരുന്നു. സഭാപ്രസംഗികളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഈ വചനം നിങ്ങൾ വ്യക്തമായി വായിച്ചാൽ കാണാൻ പറ്റും. ഒരു പാപി 100 പ്രാവശ്യം ദോഷം ചെയ്ത് ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്തുവെങ്കിൽ ദൈവത്തെ ഭയപ്പെടുക. ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ ദൈവം എന്ന് കേൾക്കുമ്പം വിറച്ച് നിൽക്കണമെന്നൊരാശയമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദൈവഭയം എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഭയം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ കണ്ട് നമ്മൾ പേടിച്ച് മുട്ടിടിച്ച് നിൽക്കണമെന്നല്ല. ദൈവസ്നേഹത്തിലുള്ള ആ ബഹുമാനത്തിനൊരു തലമാണ് ഈ ഭയം. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദൈവം എന്ന് പറയുമ്പോൾ വിറയ്ക്കുന്നതല്ല. പിശാചാണ് വിറയ്ക്കുന്നത്, നമ്മൾ വിറയ്ക്കേണ്ട കാര്യമില്ല. കർത്താവ് യേശു പറഞ്ഞ പോലെ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഭയമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഭയമല്ല, അത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന ആ ഒരു ദൈവസ്നേഹത്തിൽ നിന്നുള്ളൊരു വാക്കാണത്. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ, ഇങ്ങനെ ഞാനത് അഡ്രസ്സ് ചെയ്യുവാണ്. ദൈവത്തിൻ്റെ മക്കൾ, ഈ ഭക്തന്മാരെന്നുള്ളത് പഴയ നിയമത്തിലാണ്. എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ദാസനെന്നും ഭക്തനെന്നും ദൈവത്തിൻ്റെ എന്താ പറയുന്നത് സേവകരെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമം അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ മുഴുവനും നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ മക്കളാണ്. അപ്പോൾ എന്താണ് ഇവിടെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയിൽ യേശു ക്രിസ്തു ഇറങ്ങി വന്നിരിക്കുന്നു. കർത്താവ് വന്നത് നിമിത്തം നമ്മൾ ഇനി ദാസനല്ല, ഭക്തനല്ല, മക്കളാണ്. ആമേൻ. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. ഒരു പാപിക്ക് 100 പ്രാവശ്യം ദോഷം ചെയ്ത് ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിൻ്റെ മക്കൾക്ക് നന്മ വരുമെന്ന്
നിശ്ചയമായും അറിയുന്നു. അപ്പോൾ ബൈബിൾ നമുക്കൊരു ഉറപ്പ് തരികയാണ്, നിശ്ചയമായും നന്മ വരും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഉറപ്പായിട്ടും നന്മ വരുമെന്ന് പറ. ആമേൻ. അപ്പോൾ ഉറപ്പായിട്ടും നന്മ വരുമെന്ന് തിരുവചനത്തിൽ വ്യക്തമായി നമ്മളോട് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് മൈക്ക് ഓണാക്കി വെക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ അനുസരിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും മൈക്ക് ഞാൻ മ്യൂട്ട് ചെയ്യുന്നത്. കൊണ്ട് ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, നിശ്ചയമായും, ശ്രദ്ധിക്കുക, നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. അപ്പം നമ്മുടെ മനസ്സിലോട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാത്ത, ലോകത്തിലും പാപത്തിലും അങ്ങനെ നടക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ബൈബിൾ പറയുന്നു, അവൻ ദീർഘായുസ്സോടെ ഇരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് നിശ്ചയമായും ഞാൻ അറിയുന്നു. ചിലരിങ്ങനെ പഠിപ്പിക്കാറുണ്ട്, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ ഭയങ്കരമാകുന്ന പ്രതികൂലത്തിൻ്റെ അകത്തൂടെ കടന്നു പോകുന്നതാണ് വിശ്വാസ ജീവിതം. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനത്തിലൊരു വാക്യമുണ്ട്, നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം. നിങ്ങൾ ഈ രണ്ട് വാക്ക് ശ്രദ്ധിച്ചോണം, ജയവും ഉല്ലാസവും. നമ്മളിങ്ങനെ പറയത്തില്ലേ, ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും എൻ്റെ ഒരു അറിവിൽ നിന്നുകൊണ്ടാണ് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളൊക്കെ പണ്ട് ടൂറ് പോകുന്നതിന് ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, ഉല്ലാസയാത്ര എന്ന് പറയാറുണ്ട്. അതായത് ജീവിതത്തിൻ്റെ അകത്ത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലവിധമാകുന്ന ജോലിയിലൊക്കെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു ടൂർ പോകാറുണ്ട് അല്ലേ, ഒരു പിക്നിക്കിലൊക്കെ പോകാറുണ്ട്. അതിന് നമ്മൾ പറയുന്നതാണ് ഉല്ലാസയാത്ര. ഉല്ലസിച്ച് പോകുക, അതായത് മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ഫ്രീ ആയി, എല്ലാ ടെൻഷനും ഒക്കെ മാറ്റിവെച്ച്, എല്ലാ ഭാരങ്ങളും ഒക്കെ മാറ്റിവെച്ച്, എല്ലാ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ വളരെ സന്തോഷത്തോടെ പോകുന്നതാണ് ഉല്ലാസത്തിൻ്റെ യാത്ര. ഇവിടെ വചനം പറയുകയാണ്, നീതിമാന്റെ കുടുംബത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉണ്ടാകും. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് നിലവിളിയോ കണ്ണുനീരോ കഷ്ടതയോ ബുദ്ധിമുട്ടോ രോഗമോ പ്രയാസമോ ഒന്നുമല്ല, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമാണ് എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്. ആമേൻ. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത, ബ്രദറെ കേൾക്കാൻ നല്ല രസമാണ്, വചനമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, പക്ഷേ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത്, ഞാൻ വിശ്വാസ ജീവിതത്തിൽ വരുന്ന സമയത്ത്, ഇന്ന് നമ്മൾ ഇത്രയും പേരുമായിട്ട് ഇങ്ങനെ ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മുമ്പ് ആദ്യമായിട്ട് ഞാൻ യേശുവിലേക്ക് വരുന്ന സമയത്ത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ അനുകാരി ആകത്തില്ല. തെറ്റാണത്. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് വലിയ കുടുംബ പേരുണ്ട്, ഞാൻ പാരമ്പര്യമായിട്ടൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്, ഒരു കാര്യവുമില്ല. യേശുവിനെ അനുഗമിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വിശ്വാസ ജീവിതം പൂർണ്ണമാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന പേര് കിട്ടും, പക്ഷെ വിശ്വാസിയാകത്തില്ല. അപ്പോൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകുന്നതാണോ? അല്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ യേശുവുമായി ബന്ധമുള്ള ആൾ. ഇവിടെ വചനം പറഞ്ഞ് ശ്രദ്ധിച്ചു നോക്കിയോണം, ഒരു പാപി 100 പ്രാവശ്യം ദോഷം ചെയ്ത് ദീർഘായുസ്സോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് നന്മ വരുമെന്ന് നിശ്ചയമായി. അപ്പം നമുക്ക് ദീർഘായുസ്സുണ്ട്. എപ്പോഴും ചിന്തിച്ചോണം, എൻ്റെ ദൈവം എന്നെ ഇപ്പം നിങ്ങൾ ബൈബിളിൽ പലയിടങ്ങളിൽ കാണാൻ പറ്റും. ഞാൻ ഒത്തിരി വചനം എടുക്കുന്നില്ല, ഒത്തിരി വചനമുണ്ട്. നിനക്ക് ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി വരുത്തും. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും ദീർഘായുസ്. അപ്പോൾ ദീർഘായുസ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ പേടിയാണ്. പലരുടെയും പ്രാർത്ഥന, എൻ്റെ ദൈവമേ അങ്ങ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും ഒരു ഭാരമാകാതെ നേരത്തെ അങ്ങ് വിളിച്ചാൽ മതി. നമുക്കൊരു പേടിയാണ്. നമുക്കൊരു 100 വയസ്സെന്നൊക്കെ പറയുമ്പോൾ പേടിയാണ്. ദൈവമേ, നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ 100 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ നിങ്ങൾ ക്ലെയിം ചെയ്യണം, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കും, ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കും, ഒരു രോഗവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ എന്തൊക്കെയും ബ്രദർ ഇത് എന്തൊക്കെ പറയുന്നത്? പറ്റും. കാര്യം യേശുവിൻ്റെ തിരുമുറിവിന് അത്രയും ശക്തി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള രോഗം സൗഖ്യമായ സാക്ഷ്യം കേട്ടല്ലേ? നമുക്കറിയാം ക്യാൻസർ സൗഖ്യമാകുന്നുണ്ട് കർത്താവ്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി രോഗസൗഖ്യം. അപ്പം ഞാൻ ചോദിച്ചു, ആ രോഗത്തെ സൗഖ്യമാക്കുന്ന കർത്താവിന് നിങ്ങളെ രോഗമില്ലാതെ നടത്താൻ പറ്റത്തില്ലേ? പറ്റും.
യേശുവിൻ്റെ മുറിവിന് നിങ്ങളുടെ രോഗത്തെ മാറ്റാൻ പറ്റുമെങ്കിൽ യേശുവിൻ്റെ മുറിവിന് നിങ്ങളെ ആരോഗ്യത്തോടെ നടത്താനും പറ്റും. എങ്ങനെ നടത്താൻ പറ്റും? ദീർഘായുസ്സോടെ നടത്താൻ പറ്റും, ദിവ്യ ആരോഗ്യത്തിൽ നടത്താൻ പറ്റും. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയുകയാണ്. നാളെ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലാണ്. സൂമിൽ നമുക്ക് നാളെ മാത്രം പ്രാർത്ഥനയില്ല. അതിനുശേഷം ശനിയും ഞായറും ഒക്കെ സാധാരണ പോലെയാണ്. ഒരു ദിവസം മാത്രം, നാളെ വെള്ളിയാഴ്ച മാത്രം നമുക്ക് പ്രാർത്ഥന യൂട്യൂബിലാണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വരും, ഗ്രൂപ്പിലേക്ക് ആ ലിങ്ക് വരുന്നതായിരിക്കും. നമുക്ക് നാളെ ഇതേ സമയത്ത് തന്നെയാണ് യൂട്യൂബിലാണ് പ്രയർ നടക്കുന്നത്, സൂമിലില്ല. ആമേൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, നന്മ വരും. ഇനി അടുത്തൊരു വാക്ക് ഞാൻ എടുക്കാം. സങ്കീർത്തനം പരിചിതമായ വാക്യമാണ് 23 പറയുന്നത്, എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും, ശ്രദ്ധിച്ചോണം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പോൾ ബൈബിൾ പറയുകയാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണം, ഞാൻ നന്മയുടെ പുറകെ, ഇപ്പോൾ പറഞ്ഞ ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ വലിയ വിഷയത്തിൻ്റെ അകത്താണ്, എനിക്ക് ഒരു വഴിയും കാണുന്നില്ല. ബൈബിൾ പറയുന്നത് എൻ്റെ പുറകെ വരും. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എൻ്റെ ബ്രദറെ, ഞാനിപ്പോൾ നന്മ എവിടെയാണെന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുക, നന്മ എവിടെയാണെന്ന് വിചാരിച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ ബൈബിൾ പറയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ആമേൻ. അതിന് ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, വഞ്ചിക്കപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇവിടെയാണ് ബൈബിൾ പറയുന്നത്, നമ്മൾ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ വിതയ്ക്കാതെ കൊയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ എല്ലാ ദിവസവും വിളിച്ചു പറയുക, ഒരു പാട്ടൊക്കെ പാടുക. എപ്പോഴും ഞാനിങ്ങനെ പറയുക, ചില പാട്ടുകളൊക്കെ ഞാൻ പാടാറില്ല. സത്യം പറഞ്ഞാൽ ചില പാട്ടുകളൊന്നും ഞാൻ പാടാറേ ഇല്ല. നമ്മൾ പ്രശ്നം വരുമെന്നും കഷ്ടത വരും, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഷ്ടവും ദുരിതവും പ്രയാസത്തിൻ്റെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗം കൊണ്ടാണെന്നറിയാം? ഏത് അവയവം കൊണ്ടാണ് വിത്ത് വിതയ്ക്കുന്നത്? ഈ ചോദ്യം പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് വരാം. നാവ് കൊണ്ടാണോ നെല്ല് വിതയ്ക്കുന്നത്? ആമേൻ. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി വിതയ്ക്കുന്നത്, ബൈബിൾ പറയുന്നു വിതയ്ക്കുന്നത് കൊയ്യുന്ന, ഒരു വിശ്വാസി ഏത് അവയവം കൊണ്ടാണ് വിതയ്ക്കുന്നത്? പറ. അപ്പൊ എൻ്റെ ഈ ദുഃഖം മാറത്തില്ലെന്നും എൻ്റെ കണ്ണുനീര് മാറത്തില്ലെന്നും ഒക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന നിങ്ങൾ വിതച്ചോണ്ടിരിക്കുക. ജീവനും മരണവും എൻ്റെ നാവിൻ്റെ അധികാരത്തിലാണ്. ഇപ്പൊ മനസ്സിലായോ? ഇത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, വിതയ്ക്കുന്നവൻ കൊയ്യും. ഇനി 8-ാം വാക്യത്തിൽ പറയുകയാണ്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ കൊയ്യും. എന്താണ് ഈ ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഭയങ്കര ടെൻഷനിലൊക്കെ പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മൊത്തം ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ നിറയുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് മുഴുവൻ ഭയവും ഭാരവും ടെൻഷനും ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് വല്ലാത്ത ഭാരപ്പെട്ടിരിക്കുമ്പോൾ യൂട്യൂബ് തുറന്ന് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നോക്കുമ്പോൾ ഒരു വചനം നിങ്ങൾ കണ്ടു. ഇപ്പോൾ പലരും പറയും, ബദറെ ആ വചനം ഭയങ്കര ആശ്വാസമായി. ശരിക്കും പറഞ്ഞാൽ ആശ്വാസം എവിടെയാണ് വരണമെന്നറിയാമോ? നിങ്ങളുടെ ആത്മാവിലാണ്. നിങ്ങൾ ആ വലിയ പ്രശ്നത്തിൻ്റെ അകത്ത് നിൽക്കുമ്പം, ആ പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ വചനം കേട്ടപ്പോൾ ഒരു സമാധാനം വന്നത് നിങ്ങളുടെ ആത്മാവിലേക്ക്. ആ വചനം വന്നപ്പോൾ ആത്മാവ് നിങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തിയതാണ്, നിങ്ങൾക്ക് സമാധാനം വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വിഷയം അവിടെ തന്നെയുണ്ട്. നിങ്ങൾ ആ യൂട്യൂബിലിരുന്ന് ആ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഷയം അവിടെ തന്നെയുണ്ട്. അത്രയും നേരം അനുഭവിച്ച ടെൻഷൻ ഇപ്പം ഇല്ല, അത്രയും നേരം അനുഭവിച്ച ഭാരവും ഭയവും ഇപ്പം ഇല്ല. അതിൻ്റെ കാരണം എന്താ? വിഷയം അവിടെ തന്നെയുണ്ട്. ഇപ്പം എനിക്ക് ഭയം വരുന്നില്ല. പക്ഷെ മനസ്സ് പറയുന്നു, നമ്മളിപ്പോൾ പറഞ്ഞാണ്, മനസ്സ് പറയുന്നു ദൈവം ഒരു കാര്യം ചെയ്യും. അത് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? യൂട്യൂബ് കേട്ടത് കൊണ്ടല്ല, ആ കേട്ട വചനം നിങ്ങളുടെ ആത്മാവിലേക്ക് വീണിട്ട് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മനസ്സിലേക്കൊരു മെസ്സേജ് കൊടുത്തു, ദൈവം കൂടെ ഉണ്ട് സഹോദര സഹോദരി, ദൈവം കൂടെയുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ദൈവം അവിടെ കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. എന്നെ ഈ റോൺ എന്ന് പറഞ്ഞ ഒരു പേരിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ടെന്ന് കാണിക്കും. റോൺ എന്ന് പറയുന്ന ഒരു പേര്, അങ്ങനെ ഒരു പേരിൽ തുടങ്ങുന്ന റോൺ.
അങ്ങനെ ഒരു പേര് തുടങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തന്നെ കർത്താവ് പറഞ്ഞു. ആ ഒരു മകനെ ദൈവം തൊടുകയാണ്. റോൺ എന്ന് പറയുന്ന മകനെ തൊട്ട് അവൻ്റെ മേൽ വലിയൊരു സൗഖ്യത്തെ ദൈവം അയക്കുകയാണ്. വലിയൊരു ദൈവപ്രവൃത്തി ആ മകൻ്റെ മേലേക്ക് വെളിപ്പെടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഈ വചനം പറയുന്നത് മുഴുവനും നിങ്ങളുടെ ആത്മാവിലേക്കാണ് ഈ കൊടുക്കുന്നത്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു വാക്ക് കൊണ്ടാണ്, ദുഷ്ടന് ആദ്യം തുടങ്ങിയത് ഇങ്ങനെയാണ്, ദുഷ്പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ, ഒരു പാപി 100 പ്രാവശ്യം ദോഷം. ഇപ്പം നമ്മൾ പലപ്പോഴും പറയും, ദൈവമേ ലോകത്ത് ജീവിക്കുന്നവരൊക്കെ എന്നാ സുഖമാണ്, ദൈവത്തെ വിളിച്ച് എനിക്ക് ഈ കട്ടതയും ദുരിതവും പ്രയാസവും ഒക്കെ വരുവാണല്ലോ. അവനാണെങ്കിൽ 2 കാറ് മേടിച്ചു, ഞാനാണെങ്കിൽ 2 കാറ് വിറ്റു. അവനാണെങ്കിൽ 1 വീട് മേടിച്ചു, ഞാനാണെങ്കിൽ വാടകയ്ക്ക് നടന്ന് ഒരു വീട് പോലും ഇല്ല. അവനാണെങ്കിൽ നല്ല ജോലി കിട്ടി, എനിക്കാണെങ്കിൽ ദൈവത്തെ വിളിച്ചിട്ട് ഒരു ജോലി പോലും ഇപ്പം ഇല്ല. നമ്മൾ പലപ്പോഴും ഒക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? ശ്രദ്ധിച്ചോണം, ബൈബിള് പറയുന്നു, ഒരു പാപിക്ക് 100 ദോഷം ചെയ്ത് ദീർഘായുസോടെ ഇരിക്കുന്നു എങ്കിൽ ദൈവത്തെ വിളിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് നന്മ വരും. എവിടെ എൻ്റെ നന്മ? എവിടെ എൻ്റെ അനുഗ്രഹം? ബൈബിള് പറഞ്ഞ ആ നിശ്ചയമായി വരുന്ന നന്മ എവിടെ? ബൈബിൾ 2ാമത് നമ്മൾ വാക്യത്തിൽ കേട്ടു, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. എവിടെ എൻ്റെ നന്മ? ഹല്ലേലൂയ, എവിടെ എൻ്റെ നന്മ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ചറിഞ്ഞോണം, നമ്മൾ വിതയ്ക്കാതെ നമുക്കിത് കൊയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിതയ്ക്കാതെ കൊയ്യുവാൻ കഴിയത്തില്ല. ഇപ്പം ഞാൻ പറയുക, നിങ്ങൾക്കിപ്പം ഒരു രോഗി ഭാരപ്പെടുക, ആ വ്യക്തിയെ കാണാൻ വേണ്ടി നിങ്ങൾ ഓറഞ്ചും ആപ്പിളും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന്, എന്നാ പറ്റി സഹോദരി? അപ്പോൾ സഹോദരി പറഞ്ഞ് ഭയങ്കര അസുഖമാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓറഞ്ചും ആപ്പിളും മേടിച്ചു കൊടുത്താൽ രോഗി സൗഖ്യമാകുമോ? പറ, ഓറഞ്ചും ആപ്പിളും മേടിച്ചു കൊടുത്താൽ രോഗി സൗഖ്യമാകുമോ? ഇല്ല. പിന്നെ എന്നാ ചെയ്യണം? എങ്ങനെ പ്രാർത്ഥിക്കണം? മരുന്ന് വേണം, പ്രാർത്ഥിക്കണം. ആമേൻ. ആ മരുന്നും പ്രാർത്ഥനയും കൂടെ അല്ല, രണ്ടും ഒന്നിച്ച് നടക്കത്തില്ല. ശ്രദ്ധിച്ചോണം, കർത്താവിൻ്റെ വചനം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എൻ്റെ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ പറയണം. സഹോദര സഹോദരി, നിൻ്റെ ഈ ക്യാൻസർ, നിൻ്റെ ഈ ട്യൂമർ, നിൻ്റെ വേദന, നിൻ്റെ കാഴ്ചയില്ലാത്ത അനുഭവം, നിൻ്റെ രോഗം യേശു വഹിച്ചതാണ്. നമ്മളവിടെ പോയിട്ട് വലിയ പ്രാർത്ഥനയൊന്നും, ചിലരൊക്കെ ഉണ്ട് വലിയ പ്രാർത്ഥന. ഈ കോട്ടയം, ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, കോട്ടയം സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇടുക്കിയിലോട്ട് യാത്ര ചെയ്യുന്നത് പോലെ പ്രാർത്ഥിക്കും, നീണ്ടു പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ പ്രാർത്ഥിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. തിരിച്ചറിവിൻ്റെ അകത്ത് പ്രാർത്ഥിക്കണം. തിരിച്ചറിവിൻ്റെ അകത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ചെന്നിട്ട് വേണം, സഹോദര സഹോദരി, യേശു നിൻ്റെ രോഗത്തെ വഹിച്ചത് സത്യമാണ്. യേശു അടിയേറ്റപ്പോൾ, മുറിവേറ്റപ്പോൾ നിൻ്റെ രോഗം സൗഖ്യമായിരിക്കും. നീ വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലല്ലോ, ഞാൻ നിനക്ക് വേണ്ടി കൈവെക്കാൻ പോവുക. എന്നോട് കർത്താവ് പറഞ്ഞ് രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. ഇപ്പം മനസ്സിലായോ? നിങ്ങളത് ചെയ്താൽ, നമ്മൾ പലപ്പോഴും അത്ഭുത സാക്ഷ്യം കേട്ടുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് നടക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വചനം കേട്ടതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വചനം കേൾക്കുന്നത് നല്ലതാണ്, പക്ഷെ വചനത്തോട് നാം പ്രതികരിക്കണം. ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തെ വിളിക്കുന്നവന് നന്മ വരുമെന്ന് നിശ്ചയമായി ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പം നിശ്ചയമായും ബൈബിൾ പറയാം, നിശ്ചയമായും നന്മ വരും. അപ്പോൾ നിങ്ങൾ പറയാം, ബ്രദറെ നന്മ കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല, കർത്താവിനെ ഞാൻ ആയുസ്സിലോളം, കർത്താവ് പറയും, മിണ്ടരുത്, നിനക്ക് നന്മ കിട്ടാൻ വേണ്ടി ഞാൻ ക്രൂശിൽ മരിച്ചിരിക്കുന്നത്. നിനക്ക് നന്മയും ദീർഘായുസ്സും ഉണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരണപ്പെട്ടതും യേശു ഉയർത്തെഴുന്നേറ്റതും യേശു ജീവിക്കുന്നതും. എനിക്ക് സമാധാനം ഉണ്ടാകാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നിട്ട് പോവുക. കർത്താവിന് വേണമെങ്കിൽ ആ സമാധാനമായിട്ട് സ്വർഗത്തിലോട്ട് പോകാമായിരുന്നു. തമ്പുരാൻ പറയും, ഞാനിവിടെ തന്നിട്ട് പോകും. എന്തിയാ സമാധാനം? എന്തിയാ സ്വസ്ഥത? എന്തിയെ കർത്താവ് തന്നിരിക്കുന്നതല്ല? ഇതൊക്കെ നിങ്ങൾ വിതയ്ക്കുന്നതിലൂടെ മാത്രമേ ഉള്ളൂ നമുക്കത് ലഭിക്കുകയുള്ളൂ. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും. അപ്പം നമ്മൾ നിത്യജീവൻ കൊയ്തത് എങ്ങനെയാണ്? യേശുവിനെ കർത്താവും രക്ഷിതാവും ആയതുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ നമുക്ക് നിത്യജീവൻ ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ഇനി ജീവിക്കണ്ടേ? നിത്യജീവൻ മാത്രം പോരല്ലോ. നിത്യജീവൻ ലഭിച്ചതുകൊണ്ട് നമുക്കൊരിക്കലും ഈ ഭൂമിയിൽ എനിക്ക് നിത്യജീവൻ ലഭിച്ചു, പക്ഷേ കർത്താവേ ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ രോഗവും കടഭാരവും പ്രശ്നമൊക്കെ ഞാൻ എന്നാ ചെയ്യും? നിത്യജീവൻ ലഭിച്ച അതേ മാർഗത്തിലൂടെ തന്നെ ഈ വിഷയത്തെ ജയിക്കാൻ പറ്റും. എങ്ങനെ നിത്യജീവൻ ലഭിച്ചത്? ആത്മാവിൽ വിതച്ചു. എങ്ങനെ ആത്മാവിൽ വിതച്ചത്? യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ഉണ്ടെന്ന് കേട്ടു. അങ്ങനെയെങ്കിൽ അതേ മാർഗം തന്നെ ഉപയോഗിക്കുക. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എൻ്റെ പുറകെ വരും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരി ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി
എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്നൊരു ഹോസ്പിറ്റലിൽ ജോലി ആവശ്യമാണ്, അവിടെ അങ്ങനെ കിട്ടാനൊരു ചാൻസും ഇല്ല, അപ്പോൾ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. എന്നോട് ചോദിച്ചു, ബ്രദറെ ഞാൻ അങ്ങനെ ഒന്ന് വിശ്വസിച്ചോട്ടെ, കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വിശ്വസിച്ചു. സഹോദരി അത് അവകാശം പറഞ്ഞ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതേപോലെ പ്രാർത്ഥിച്ചു. സ്വാഭാവികമായിട്ടും ഫ്രഷേഴ്സിനെ അവിടെ എടുക്കത്തില്ല, പക്ഷേ നമ്മൾക്ക് വേണ്ടി ഒരു ഫേവർ ദൈവം അവിടെ വെളിപ്പെടുത്തി. അതാ പറഞ്ഞ് നമുക്ക് നന്മകളെ തുറക്കുവാൻ കഴിയും, നമുക്ക് നന്മകളെ റിലീസ് ചെയ്യാൻ പറ്റും, നമുക്ക് ദൈവപ്രവൃത്തിയെ അനുഭവിക്കുവാൻ കഴിയും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? പലപ്പോഴും നമുക്ക് ആ കീ അറിയത്തില്ല. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ വിശ്വാസത്തെ എങ്ങനെയാണ് കർത്താവിൻ്റെ വചനത്തെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് തന്നപ്പോഴാണ് എനിക്ക് ആ കാര്യങ്ങളെ എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നൊരു ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കർത്താവിനെ കാണിക്കുക. ബേബിയുടെ കുടുംബത്തിൽ കർത്താവിനോട് പറയുന്ന ഒരു സാലിയും കൂടെയുണ്ട്. ആ സാലിയും ബേബിയും ഉള്ള ഒരു ഭവനത്തെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആ ഭവനത്തിൻ്റെ അകത്ത് വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവുക. ഞാൻ കാണുന്ന ഒരു കാഴ്ച, വീടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ആ ഫ്രണ്ടിൽ ഒരു നമ്മുടെ ഈ മുട്ടിൻ്റെ അറ്റത്തോളം മുട്ടുവരെയുള്ള രീതിയിൽ പൊങ്ങി നിൽക്കുന്ന ചില ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ്. മുട്ടുവരെ, നമ്മുടെ കാൽമുട്ടുവരെ പൊക്കത്തിൽ നിൽക്കുന്ന ചെടികളുണ്ട്. കയറി ചെല്ലുന്നിടത്ത് തന്നെ റൈറ്റ് സൈഡിലോട്ട് വാതിൽ തുറന്ന് കയറിപ്പോകുന്നൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. ആ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് എന്നോട് പറയുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് എന്നോടിങ്ങനെ പറഞ്ഞത്, ആരും അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. എന്നോടിങ്ങനെ പറഞ്ഞ, ദൈവം നിൻ്റെ ഭാവിയെ കർത്താവ് ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്, ദൈവം അത്ഭുതകരമായിട്ട് ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് വലിയ ഇടപെടലുകൾ നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ജഡത്തിൽ വിതയ്ക്കരുത്. എന്താണ് ഈ ജഡത്തിൽ വിതയ്ക്കുന്നറിയോ? നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് പ്രാർത്ഥനയും വചനവും ഭയങ്കര ഒരു കൊതിയുണ്ടായി. ആ കൊതി സത്യം പറഞ്ഞാൽ ഇന്ന് നിങ്ങളോട് സുവിശേഷം പറയുവാൻ ദൈവം എന്നെ ഇരുത്തി. ഇന്ന് ഈ വചനം കാണുന്ന 376 പേര് സൂമിൽ പങ്കുചേരുന്നുണ്ട്. ഇത്രയും ആൾക്കാരെ എല്ലാ ദിവസവും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തുവാൻ ഈ വചനത്തിൻ്റെ ശക്തിയല്ല കഴിഞ്ഞത്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ കൂടെ അന്ന് എനിക്ക് നമ്മുടെ ടിനു ബ്രദറൊക്കെ ഈ പ്രാർത്ഥനയിലുണ്ട്. അപ്പോൾ ടിനു ബ്രദറിനൊക്കെ അറിയാൻ പറ്റും, നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് കൂടെയുള്ള സഹോദരന്മാരിങ്ങനെ വിശ്വാസ പ്രഖ്യാപനം ലോക രാജ്യങ്ങളിൽ പോകുമെന്നും കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷം പറയുമെന്നും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയുവാൻ തുടങ്ങി. അന്ന് അത് ശരിക്കും മനസ്സിലായില്ല. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ ആത്മാവിൽ വിതയ്ക്കുകയായിരുന്നു. ഇന്നത് കൊയ്തുകൊണ്ടിരിക്കുക. ആമേൻ. ആത്മാവിൽ വിതയ്ക്കുന്നത് ആത്മാവിൽ കൊയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞോണം, വചനം കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞോണം, ഞാൻ കഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഞാൻ ഈ രോഗത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനല്ല. ബ്രദറെ ഞാൻ 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു ബ്രദറെ, ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു ബ്രദറെ, ഞാൻ 5 പ്രാവശ്യം പ്രാർത്ഥിച്ചു ബ്രദറെ, ഞാൻ 10 പ്രാവശ്യം പ്രാർത്ഥിച്ചു ബ്രദറെ, പക്ഷെ അത് മാറിയില്ല. പിശാച് അത് മൊത്തം എന്തൊക്കെയോ ബന്ധിച്ചിട്ടേക്കുക. ദൈവത്തിന് എന്നോട് ചിലപ്പോൾ സ്നേഹമില്ലായിരിക്കും. യേശുവിനെ നോക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. കർത്താവിനെ നോക്കി. എന്തിനാ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടത്? ഞാൻ തകർന്നു പോകാതിരിപ്പാൻ, പ്രാർത്ഥിച്ച് മടുത്തു പോകാതിരിപ്പാൻ. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും മടുത്തു പോകാതിരിക്കാൻ, ക്ഷീണിച്ചും മടുത്തു പോകാതിരിക്കാൻ ഒരു വാക്യം ഒന്ന് കാണിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിൽ ബലപ്പെട്ടോണം. നന്മ കാണും നിങ്ങൾ. ഈ ദിവസങ്ങളിൽ നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന വിഷയമുണ്ടല്ലോ, യേശു അത് അത്ഭുതമാക്കി തീർക്കാൻ കഴിയും. ഞാൻ ഈ അത്ഭുതം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടമല്ല. അത്ഭുതം മാത്രമാണ് ദൈവം. പിന്നെ ദൈവം അത്ഭുത മന്ത്രിയല്ലാതെ വേറെ എന്തുവാ പ്രസംഗിക്കാനുള്ളത്? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു കാര്യം എപ്പോഴും തിരിച്ചറിഞ്ഞോണം, കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, യേശുവിലൂടെ എനിക്ക് എന്ത് ചെയ്യണം? ഒരു സമാധാനം അന്തരീക്ഷം എനിക്ക് വേണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? കർത്താവ് നമ്മളെ ഇന്ന് യേശുവിൽ തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഓർത്തോണം, ഞാൻ എൻ്റെ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഗൾഫിൽ പോയതുകൊണ്ടോ അമേരിക്കയിൽ പോയതുകൊണ്ടോ ലണ്ടനിൽ പോയതുകൊണ്ടോ അല്ല, യേശുവിനെ അറിഞ്ഞത് നിമിത്തം ഞാൻ മാനിക്കപ്പെടും. ഇന്ന് കുടുംബത്തിൻ്റെ അകത്ത് പരിഹാസം അനുഭവിക്കുന്ന ആൾക്കാരോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നത്, മുറുകെ പിടിച്ചോ, ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ വേണ്ടി പോവാം. ഇവിടെ നിങ്ങൾ ഈ വചനം കാണാൻ പറ്റുന്നുണ്ടോ? വചനം ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക.
തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ശ്രദ്ധിച്ചോണം, ഈ ദിവസങ്ങളിൽ ഞാൻ പറയുകയാണ്, പ്രാർത്ഥിച്ച് ആർക്കെങ്കിലും ഒരു മടുപ്പ് വന്നെങ്കിൽ ഇന്ന് ആ മടുപ്പ് മാറാൻ വേണ്ടി പോവാണ്. ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെ വിരോധം സഹിച്ച യേശുവിനെ ധ്യാനിച്ചു കൊള്ളുക. ഹല്ലേലൂയ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ക്ഷീണിച്ച് ഞാൻ മടുത്തു പോകുമ്പോൾ ഞാൻ യേശുവിനെ നോക്കുമെന്ന് പറ. ആമേൻ 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 ആമേൻ. അപ്പൊ യേശുവിനെ നോക്കുമ്പോൾ എന്നാ പറ്റുന്നത്? ക്ഷീണിച്ചും മടുത്തു പോകുമ്പം യേശുവിനെ നോക്കുമ്പം നമ്മൾ ഓർക്കും, എൻ്റെ കർത്താവേ, നമ്മുടെ മനസ്സ് പറയും, യേശു ക്രൂശ് എടുത്തില്ല, അപ്പം നമുക്കും ഈ ക്രൂശ് എടുക്കേണ്ടി. ഇതല്ല കേട്ടോ. യേശുവിനെ നോക്കുമ്പം എനിക്ക് വേണ്ടി ക്രൂശ് എടുത്തെങ്കിൽ ഞാനത് ചുമക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ, ബൈബിളിൽ പറഞ്ഞുണ്ടല്ലോ അവൻ്റെ ക്രൂശ് എടുത്ത് നിങ്ങളെ അനുഗമിക്കുക എന്നുള്ളത്. ആ ക്രൂശ് എന്നാന്നുള്ളത് ഇന്നാൾ ഞാൻ പറഞ്ഞു, യൂട്യൂബിലുണ്ട്. ആ ചോദ്യം വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തോണം, യൂട്യൂബിലുണ്ട്. എന്താണ് ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നുള്ളത്? യേശു എടുത്ത ക്രൂശ് അല്ല. യേശു എടുത്ത ക്രൂശ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ക്രൂശിനോട് അനുരൂപനാകാനേ നമുക്ക് കഴിയത്തുള്ളൂ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനമാണ് ഈ വാക്യം. എബ്രായ ലേഖനം, ഞാൻ ആ വാക്യം പറയാൻ പറ്റുന്നു അല്ലേ? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ക്ഷീണിച്ചു മടുത്തു പോകാതെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നന്മ കാണുവോ ഇല്ലയോ? നിങ്ങൾ പറ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. ആമേൻ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ക്ഷീണിച്ചും മടുത്തു പോയിട്ടുണ്ടോ? ക്ഷീണിച്ചും മടുത്തു പോയോ? പ്രാർത്ഥിച്ച് നിങ്ങൾ മടുത്തു പോയോ? നിങ്ങൾ തളർന്നു പോയോ? നിങ്ങളോട് ഞാൻ പറയുന്നു, വിട്ടുകൊടുക്കരുത്. കർത്താവായ യേശുവിനെ നോക്കിയിട്ട് പറയണം, കർത്താവെ, എനിക്ക് വേണ്ടി ക്രൂശിലൂടെ കടന്നുപോയത് ഈ ഭൂമിയിൽ ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവസന്നിധിയിൽ നന്മ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? നമ്മൾ തുടക്കത്തിൽ വായിച്ച വാക്യം നിങ്ങൾ മറക്കല്ല. നിശ്ചയമായും നന്മ വരും. അപ്പം നിശ്ചയമായിട്ടുള്ളൊരു നന്മ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം ക്ഷീണം വരും അല്ലേ? എൻ്റെ ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, പക്ഷെ ഞാൻ അങ്ങോട്ട് തളർന്നു പോവുക ബ്രദറെ. നോക്ക് യേശുവിനെ. എന്നിട്ട് യേശുവിനെ നോക്കിയിട്ട്, ആ ക്രൂശയെ നോക്കിയിട്ട്, ഞാൻ പറഞ്ഞേക്കുന്നത് വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ക്രൂശിത രൂപത്തെ അല്ല, മനസ്സിൽ കാണണം. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിനെ ഞാൻ നോക്കുന്നു. കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടത് ഞാൻ ഈ ഭൂമിയിൽ ജീവനിൽ വാഴാൻ വേണ്ടിയാ. എൻ്റെ രോഗങ്ങൾ സൗഖ്യമായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവ പ്രവർത്തികൾ വരിക തന്നെ ചെയ്യും. എൻ്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. രോഗത്തിന് നിങ്ങളുടെ മേൽ ഇരിക്കാൻ കഴിയത്തില്ല. കൈ വെച്ച് എന്നിട്ട് പറയണം, യേശുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യം. യേശുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യം. യേശു മുറിവേറ്റത് എനിക്ക് ആരോഗ്യം വരാൻ വേണ്ടിയാ. യേശു മുറിവേറ്റത് ഞാൻ അത്ഭുതമാകാൻ വേണ്ടിയാ. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. യേശുവേ നാഥ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഞാൻ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന യേശുവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലോ അപ്പ. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പം അത്ഭുതകരമായ ദൈവപ്രവൃത്തിയിൽ നിന്ന് സംഭവിക്കുക. ഞാനൊരു വ്യക്തിയുടെ ഒരു പേഴ്സ് ഇങ്ങനെ ഞാൻ കാണും. ആ പേഴ്സിൻ്റെ അകത്തൊരു LICയുടെ ഒരു പേപ്പർ അതിൻ്റെ അകത്ത് കാണുകയാണ്. ആ LICയുടെ പേപ്പറിൽ ഇങ്ങനെ ഒരു വാക്ക്, ഒരു മാർച്ച് മാസം ഡേറ്റ് ഇട്ട് വെച്ചേക്കുന്ന ഒരു പേപ്പറാണ് ഞാൻ കാണുന്നത്. അത് ആ ബാഗിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ആ ബാഗിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട്, അത് ഞാൻ കാണുന്നത് ആ ഒരു മാസവുമായി ബന്ധപ്പെട്ട് ആ മാസത്തിൽ വന്നൊരു ലെറ്റർ ഇപ്പോഴും അതിൻ്റെ അകത്ത് ഇരിക്കുവാണ്.
ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു. അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഡയറി ഉണ്ട്. ആ ഡയറിക്കകത്ത് ചില നോട്ടുകൾ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. നോട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നമ്പറുകൾ അതിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് എന്നെ കർത്താവ് കാണിക്കുകയാണ്. ഈ നിമിഷം അത് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പോവുകയാണ്. എന്നോട് പറഞ്ഞ അലഞ്ഞത് മതി, കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു അത്ഭുതമാക്കാൻ വേണ്ടി പോവുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് ഈ നിമിഷം ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകും. വായ്പ വാങ്ങത്തില്ല കേട്ടോ, ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. വാരി വിതറി കൊടുക്കും. രോഗി സൗഖ്യമായിരിക്കും. പ്രവൃത്തികൾ വെളിപ്പെട്ടിരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആരും മ്യൂട്ട് മാറ്റണ്ട, എല്ലാവരും പ്രാർത്ഥിച്ച്. ആരും മ്യൂട്ട് മാറ്റണ്ട, എല്ലാവരും പ്രാർത്ഥിച്ച്. സ്വന്തം കൈയെടുത്ത് അവിടെ വെച്ചേ. ആ രോഗങ്ങൾ മാറുക. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒരുമിച്ച് ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞാൻ അനിത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ സ്പർശിക്കുന്നതാണ് കാണിക്കുന്നത്. അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനിതേനെ ദൈവം തൊടുന്നാട്ട് എന്നെ കർത്താവ് കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ അനിത യേശുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധ അനിത സഹോദരിയെ യേശുവിൻ്റെ നാമത്തിൽ ദൈവം തൊടുകയാണ്. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുക കേട്ടോ. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഈ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു നന്മ ചെയ്യുന്നത്. ആ വാക്കിങ്ങനെ കർത്താവിനോട് പറയുന്നത്, ഈ ദിവസങ്ങളിൽ ഒരു നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ലെറ്ററുമായി ബന്ധപ്പെട്ട്, ഒരു പോസ്റ്റിൽ ഒരു ലെറ്ററുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവ് ഞങ്ങളുടെ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പാ. ഞാനൊരു പേരെന്നെ ദൈവാത്മാ കാണിക്കും. മോനിച്ചൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി, അത് ഒഫീഷ്യൽ നെയിമാണ് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ കേൾക്കുന്നത് മോനിച്ചൻ എന്നാണ്. അയാൾ അങ്ങനെയാണ് വിളിക്കുന്നത്. മോനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ ദൈവം തൊടുക. മോനിച്ചൻ. ഇത് നമ്മൾ സൂമിൽ നടക്കുന്നുണ്ട്, ലൈവ് പ്രയർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മോനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുക. അയാൾ വിളിക്കുന്ന ഒരു പേരാട്ടാണ് ഞാൻ കേൾക്കുന്നത്. എൻ്റെ ദൈവം യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൻ്റെ മേൽ മരണം വിട്ടുമാറുന്നു, ജീവൻ വ്യാപരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന പിതാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണമെന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഏതെങ്കിലും ദൈവികമായ സാക്ഷ്യങ്ങൾ ഉള്ളവരും ദൈവികമായ ആലോചനകൾ ഇടപെട്ടവരും നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. യൂട്യൂബിൽ കാണുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾ അയക്കുന്ന പല സാക്ഷ്യങ്ങളും ഞാൻ വളരെ ലേറ്റായിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ദൈവിക ആലോചന ഇടപെട്ടതും രോഗസൗഖ്യം നടന്ന സാക്ഷ്യം അയച്ചത് നേരത്തെ കടന്നു വന്നതാണ്. 1 മാസം മുമ്പേ ഇട്ടതാണ്, ഞാനിപ്പോഴാണ് കണ്ടത്. അപ്പോൾ എന്നെ കേൾക്കുന്നതോട് ഞാൻ പറയുന്നു, ഈ സൗഖ്യം നടന്നവർ നിങ്ങൾ ഒരു സൗഖ്യം പോലും പറയാതിരിക്കരുത്. എന്തിനാണ് ഞാനിത് പറയിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു സൗഖ്യം ചിലപ്പോൾ ഇതേപോലെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിടുതലായിരിക്കും. അപ്പം നമുക്ക് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ 1-2 കാര്യങ്ങൾ ആദ്യം ചോദിക്കുവാണ്. ദൈവിക ആലോചന ഇടപെട്ട ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒന്ന് വേഗത്തിൽ പറഞ്ഞാട്ടെ. ഇത് നിങ്ങൾക്ക് പറയാം. രോഗസൗഖ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിലേ പറയുന്നു, മൈക്ക് നിങ്ങൾ മ്യൂട്ട് മാറ്റിയിട്ട് ഒരാൾ പറയുവാൻ തുടങ്ങുമ്പോൾ മറ്റു ആൾക്കാർ മ്യൂട്ട് ചെയ്യണം. എനിക്കിവിടെ ഇരുന്നുകൊണ്ട് ഇത്രയും ആളുകളെ നോക്കി മ്യൂട്ട് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സാക്ഷ്യമുള്ളവർ ആദ്യം പറഞ്ഞാട്ടെ. രോഗസൗഖ്യം നടന്നവരുണ്ടെങ്കിൽ, ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, പറഞ്ഞു. എന്റെ പേര് ലാലി എന്നാണ്. മോനിച്ചെന്ന് വിളിക്കുന്ന വിളിപ്പേരുള്ളത് എന്റെ മോന. മോനിച്ചെന്നുള്ള വിളിപ്പേരുള്ളത് സാൻജോ എന്നാണ്. എല്ലാരും വിളിക്കുന്നത് മോനിച്ചെന്ന. മോനിച്ച എന്നാ വിളിക്കുന്നത്. ആമേൻ. കർത്താവ് എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനിച്ചെന്നുള്ള പേര്? ഇല്ല. ഓ കർത്താവ് നാം മകനെ തൊടുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയൊരു ഇടപെടിയിൽ നിന്ന് വെളിപ്പെടുകയാണ്. പറഞ്ഞു. അവന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 6 വർഷമായി. ഓ ദൈവം ഇടപെട്ടു കേട്ടോ. ദൈവ ആ വിഷയത്തെ ഇടപെട്ടു. കർത്താവ് ആ വിഷയത്തെ തൊട്ടു. ആ മകൻ്റെ വിഷയത്തെ ദൈവം സ്പർശിച്ചിരിക്കുന്നു. ധൈര്യമായിട്ടിരുന്നോണം. കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ആമേൻ. 5-8 മാസം കൂടുമ്പോ അവനെ ഒന്ന് കാണുന്ന
ഇത്രോ 5-6 മാസമായി ഇപ്പൊ അവന്റെ മുഖം ഒന്ന് കണ്ടിട്ടു. അവൻ ഫോൺ വിളിക്കുന്നില്ല, ബന്ധപ്പെടുന്നില്ല. അവൻ ആകെപ്പാടെ എന്താവസ്ഥയെന്ന് എനിക്കും അറിയത്തില്ല. അവനാകെ ആൻറ്റി പേടിക്കേണ്ട ആൻറ്റി, കർത്താവ് ഇന്ന് ആ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു. ദൈവം ആ വിഷയത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ദൈവം ആ വിഷയത്തെ തൊട്ട് കഴിഞ്ഞു. ഇനി കരയുണ്ട് കേട്ടോ, ഇനി കണ്ണുനീരൊക്കെ തുടച്ചോണം. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ പലപ്പോഴും നിങ്ങളുടെ ആ പേര് ചിലപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി, നിങ്ങളുടെ വിളിപ്പേരുകൾ പോലും ദൈവാത്മാവിന് അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഒരു 3 മാസം മുമ്പ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ആഫ്രിക്കനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ അവരോട് ഞാൻ പറയുന്നത് മറ്റൊരാൾ വൈഫ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയുടെ കുറേ കാര്യങ്ങൾ, എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലെ പേരുകൾ, ആ വ്യക്തിയുടെ ആ സഹോദരിയുടെ പിതാവിൻ്റെ പേരുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ദൈവാത്മാവ് വെളിപ്പെടുത്തും. എനിക്കത് പറയാൻ കഴിയുന്നില്ല, അവരുടെ വാക്കുകൾ ഞാനിത് പ്രൊനൗൺസ് ചെയ്ത് പറയുന്ന സമയത്ത്. പക്ഷേ കർത്താവ് എന്തിനാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നറിയാവോ? നിങ്ങൾ വിളിക്കുന്ന പേര് പോലും, നിങ്ങളുടെ കാര്യങ്ങൾ വെളിപ്പെടുന്ന പോലും കർത്താവ് ആ വിഷയത്തെ നമ്മളിനി കരയണ്ട. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, നമ്മൾ ആകുലപ്പെടുമ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ല, നമ്മൾ സങ്കടപ്പെടുന്നത് കർത്താവിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. കർത്താവ് ഇറങ്ങി വന്നത് ഞാൻ കരയാതിരിക്കാനും, അതുകൊണ്ട് പറഞ്ഞു ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശം എൻ്റെ കുടുംബത്തിൽ വരാൻ വേണ്ടി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് തുടക്കത്തിൽ ഞാൻ പറയുകയാണ്, രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അതിന് ശേഷം നമുക്ക് ആലോചനയിലേക്ക് വരാം. ആരെങ്കിലും അത് പറയാനുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ കൂടുതലും സമയമെടുക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ. രോഗസൗഖ്യം പ്രാപിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് മറ്റാലോചന പറഞ്ഞു. ബ്രദറെ, ഞാനാണ് അനിതയെ. ഞാൻ ഈ സൂം മീറ്റിങ്ങിൽ ജൂൺ 20 ആണ് കയറുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി നിരാശപ്പെട്ട ബ്രദറിന് വോയിസ് മെസ്സേജ് അയച്ചു. ഞാനൊരു അഡ്വക്കേറ്റാണ്, എനിക്ക് നല്ലപോലെ കേസുണ്ട്, പക്ഷേ ഇൻകം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പിറ്റേ ദിവസം എനിക്ക് ഈ സ്പൈസസ് ബോർഡിൽ ഞാൻ നേരത്തെ 1 വർഷം മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഇട്ടിരുന്നു, ലീഗൽ കൺസൾട്ടൻസി. അതിൻ്റെ എന്നെ അന്ന് പിറ്റേ ദിവസം വിളിച്ചു. ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു ആളെ ഉള്ളൂ എലിജിബിൾ എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇൻ്റർവ്യൂ വിളിച്ചിട്ടില്ല. അപ്പോൾ ബ്രദർ ഇപ്പോൾ പറഞ്ഞു ഒരു നോട്ടീസോ എന്തോ വരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഷുഗറുണ്ട്, ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ചുമയും ശ്വാസം മുട്ടില്ല. ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ആശ്വാസമാണ്. ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊന്നുമില്ല. ബ്രദറിപ്പോൾ പറയുമ്പോൾ ഞാനിങ്ങനെ കൂളായിട്ടിരുന്ന് കേൾക്കായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് ചെയ്യും സിസ്റ്ററെ. കർത്താവ് നമുക്ക് വേണ്ടി ആലോചന ഇടപെട്ട ദൈവം അത് തീർച്ചയായിട്ടും ആ ഒരു പേപ്പർ കയ്യിലോട്ട് വരിക തന്നെ ചെയ്യും. അത്ഭുത സാക്ഷ്യമാക്കി തന്നെ കർത്താവ് അത് മാറ്റും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ബ്രദറെ, ഞാൻ ഇപ്പം ബ്രദർ പറഞ്ഞ ഒരു ബേബി സാലി എന്നും പറഞ്ഞായിരുന്നേ. അത് ബേബി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡും സാലി എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ പെങ്ങളുമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി വിഷമത്തിൽ കൂടിയാണ്. അപ്പം അതിൻ്റെ കൂടെ ബ്രദർ ഇന്നലെ പറഞ്ഞായിരുന്നു, അത് വേറൊരു സഹോദരിയും പറഞ്ഞു, എന്നാൽ ഇങ്ങനെ ഒരു വസ്തുവിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, ഞങ്ങൾക്ക് അടുത്തൊരു വസ്തു ഉണ്ട്, അതിങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണത്, ഞങ്ങളത് വിൽക്കാനായിട്ട് ഇട്ടേക്കുവാണ്. പക്ഷേ അങ്ങനെ ഒരാളിപ്പോൾ എൻ്റെ കുറച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞു വന്നു. പക്ഷേ അതങ്ങനെ കുറച്ചായിട്ട് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്കത് നഷ്ടമാണ്. കാരണം വഴിയൊക്കെ കൊടുത്ത് പിന്നെ പോകുമ്പോൾ അത് നഷ്ടമാണ്. അപ്പം അതിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് നോക്കിയാലും ബെഡ്റൂമിൽ നിന്ന് നോക്കിയാലും ആ വസ്തു കാണും. ഞാൻ എപ്പോഴും ആ വസ്തു നോക്കി ഇങ്ങനെ വചനം പറയുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് രാത്രി വേറൊരാൾ പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിൽ വാങ്ങിക്കുവാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് നഷ്ടമില്ലാതെ പോകും. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഒത്തിരി കടങ്ങളും ബാധ്യതകളും ലോണും ഇനി ഒരു മോൻ്റെ കാര്യം പഠിക്കാൻ കിടക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ അത് തീർച്ചയായിട്ടും കർത്താവ് അത് പ്രവർത്തിക്കും. കർത്താവ് ആലോചന രണ്ട് വ്യക്തികളുള്ള കണക്ട് ചെയ്തേക്കുന്ന ഒരു ഭവനമാണ് ദൈവാത്മാവ് പേരുകൾ വെളിപ്പെടുത്തിയത്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് തൊടാൻ പോകാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ധൈര്യമായിട്ട് അത് ഏറ്റെടുത്തോണം. കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതകരമായി തന്നെ പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു ആലോചന വെളിപ്പെടുമ്പോൾ ദൈവം നമുക്കൊരു ഉറപ്പ് തരികയാണ്. ഈ വെളിപ്പെടുത്തുന്ന ഞാൻ പലപ്പോഴും കർത്താവ് ഈ പ്രവചനാത്മാവിലൂടെയൊക്കെ വെളിപ്പെടുത്തുന്നത് പ്രവചിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളെ ഉറപ്പിക്കുക. ദൈവം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. യേശു നമുക്ക് വേണ്ടി, നമ്മുടെ കർത്താവ് നമ്മളെ കാണുന്നുണ്ടെന്നും
നമ്മളെ കേൾക്കുന്നുണ്ടെന്നുമൊക്കെ നമുക്കൊരു ഉറപ്പ് തരികയാണ് കർത്താവ്. അതുകൊണ്ട് ധൈര്യപ്പെടണം. കർത്താവായ യേശു നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ലോകത്തിൽ ആരൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളെ കൈവിട്ട് കളഞ്ഞാലും യേശു പറയും, ഞാൻ നിന്നെ കൈവിടത്തില്ല. ബാക്കി തന്നെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അടുത്ത വാക്യം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആമേൻ. ഉപേക്ഷിക്കത്തില്ല. ഞാൻ ആ വാക്കെടുത്ത് പറയിപ്പിക്കാൻ കാരണം, ആ വാക്കെടുത്ത് പറയാൻ കാരണം, ആരൊക്കെയോ ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെ വക്കി നിൽക്കുവാണ്. ചില കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ആ വാക്കെടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് പറയണം, ഉപേക്ഷിക്കത്തില്ല. കർത്താവ് ഉപേക്ഷിക്കത്തില്ലെങ്കിൽ ഒരു കുടുംബവും ചെതറിപ്പോകത്തില്ല. ദൈവം കൂട്ടി യോജിപ്പിച്ച് ഉറപ്പിച്ച് നിർത്താൻ പോവാണ്. ഞാൻ കാണുന്ന ഈ ദിവസങ്ങളിൽ 3-4 ദിവസം അടുപ്പിച്ച് കുടുംബത്തിൻ്റെ അകത്ത് വലിയ കലഹം നടക്കുന്നൊരു ഭവനത്തെ, 3-4 ദിവസം അടുപ്പിച്ച് വലിയ കലഹം നടക്കുന്നൊരു ഭവനത്തെ കർത്താവ് തൊടുകയാണ്. ആ കലഹത്തെ കൊണ്ടിരുന്ന പിശാചിൻ്റെ പ്രവർത്തികളെ കർത്താവ് എടുത്ത് മാറ്റുകയാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷിയുള്ളവരുണ്ടോ? വേഗത്തിൽ പറഞ്ഞോണേ. പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദറെ. പറഞ്ഞു. ഇന്ന് ഞാൻ ഓളിയും കുറവുണ്ട്, എല്ലാവരും ഓളിയും കുറവ്. തുടക്കത്തില് റോൺ എന്നൊരു പേര് പറഞ്ഞിരുന്നല്ലോ ബ്രദറെ. അതിന്റെ ആരാധന റോണിന് മാത്രമാണോ പറഞ്ഞുള്ളൂ ബ്രദറെ? റോൺ ആരാ സിസ്റ്ററെ? എന്റെ കൊച്ചുമോന്റെ പേര് ഐറോൺ എന്നാണ്. ഐറോൺ. ഞാൻ റോൺ ഒക്കെ കേട്ടോട്ടെ, എനിക്ക് ബാക്കി അറിയത്തില്ല. അതുകൊണ്ട് ഞാനും ഓർത്ത് കർത്താവ് റോൺ എന്നുള്ളതൊരു പേരാണ് എനിക്ക് സംശയം വന്നു. ഇപ്പൊ അവന്റെ പേരെന്താണ്? ഐറോൺ അല്ലേ? ഐറോൺ. അവനെ കർത്താവ് ഒരു വലിയ ആ ശരീരത്തെ ദൈവം തൊടുന്നതായിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാനും പെട്ടെന്ന് ഓർത്തു റോൺ എന്നുള്ളതൊരു പേരാണ്. കാര്യം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. റോൺ 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 ഐറോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ റോൺ, അപ്പൊ റോണിനെ കർത്താവ് തൊടുന്നാട്ടാ പറഞ്ഞത്. അപ്പൊ ധൈര്യമായിട്ട് ഏറ്റെടുത്തോണം. അവന്റെ ശരീരത്തിൽ ഇപ്പൊ മോൻ അടുത്തുണ്ടോ? കൊച്ചടുത്തോ? അവന്റെ മേലെ ഒന്ന് കൈവച്ച്, മോന്റെ മേലെ ഒന്ന് കൈവച്ച്. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനർത്ഥം വിട്ടൊഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ പിശാചിന്റെ ദൃഷ്ടിയും അവനെ വിട്ട് മാറിപ്പോകട്ടെ. യേശു ജീവിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവൻ അവൻ്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ഹലോ പറഞ്ഞു സിസ്റ്ററെ. എന്തോ ഓഡിയബിൾ ആണോ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. പ്രയറിന്റെ ഫസ്റ്റില് സനീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് റേഞ്ച് കട്ടായിട്ട് കേൾക്കാൻ പറ്റിയില്ല ബ്രദറെ. സനീഷ് ആരായിരുന്നത്? ഹസ്ബൻഡാണ്. ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് കയറുന്നത്? മുമ്പ് കേറിയിട്ടുണ്ട്, ഇപ്പൊ കുറെ ഗ്യാപ്പ് ഉണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടോ സനീഷിന്റെ കാര്യമല്ലോ? ഇല്ല, ഞാൻ പ്രാർത്ഥന വിഷയങ്ങളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബ്രദർ ഇന്ന് പറയുക ചെയ്തത് സനീഷ് എന്ന്. ഞാൻ ഇന്ന് വെളിപ്പെടുത്തി അല്ലേ? തീർച്ചയായിട്ടും സനീഷിനെ കർത്താവ് തൊടുന്നാട്ട കാണിച്ചത്. സനീഷിന്റെ ജീവിതത്തിന്റെ അകത്ത് കേൾക്കുന്നുണ്ടോ? സനീഷിന്റെ ജീവിതവുമായിട്ട്, ധനീഷിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ കുടുംബമാണ്, അതെപ്പോഴും പറഞ്ഞു ഓർത്തോണം. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്ന അലഞ്ഞത് മതി വലിയൊരു ദൈവിക സമാധാനത്തെ കർത്താവ് ചെയ്യാൻ പോവാം. നിങ്ങളെ ദൈവം ഉറപ്പിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുനിന്നും ഒരു യാത്രയെ ദൈവം തുറക്കാൻ വേണ്ടി പോവാം. ഒരു നന്മയുടെ യാത്രയെ ദൈവം തുറക്കാൻ പോവാണ്. ഒത്തിരി ചോദ്യങ്ങളുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. വാഗൊണ്ട് ഒരു മറുപടി പറയാനില്ല, ഒരു വാഗൊണ്ട് പറയാൻ മറുപടിയില്ല. പലരും ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒഴിഞ്ഞു മാറേണ്ട ഒരു അവസ്ഥയൊക്കെയാണ്. പക്ഷേ കർത്താവ് പറയുന്നു, ദൈവം നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തെ വെളിപ്പെടുന്ന രീതിയിൽ, മറ്റുള്ളവർ കാണുന്ന രീതിയിൽ കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കും കേട്ടോ. ധൈര്യമായിട്ട് എടുത്തോടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ പറഞ്ഞു? ഹലോ ബ്രദർ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഗിരിജയാണ്, പാലക്കാട്. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ കഴിഞ്ഞ ജൂൺ 7-ാം തീയതി ഇതിൽ കയറിയതാണ് സൂം മീറ്റിംഗില്. ഞാൻ ജൂൺ 7-നാണ് ഞാൻ ഇതിൽ സൂം മീറ്റിംഗിൽ കയറിയത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. അത് കഴിഞ്ഞതിന് മുമ്പ് ഞാൻ ഒരു 10 വർഷത്തോളമായി യേശുവിനെ അറിയാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഈ 7-ാം തീയതി കയറി പിന്നെ അതിന് മുമ്പുള്ളതൊന്നും എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. പ്രാർത്ഥിക്കും, എല്ലാണ്ട് വിശ്വാസം കൊണ്ട് കൂടുതലുണ്ട്. പക്ഷെ ഈ 7-ാം തീയതി കയറിയതിന് ശേഷം ഇല്ലാത്ത വലിയൊരു അനുഭൂതി, ഒരു സന്തോഷവും സമാധാനവും എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് നന്ദിയുണ്ട് ബ്രദർ. പ്രാർത്ഥനയിൽ കയറിയപ്പോ തന്നെ എത്ര സന്തോഷം പറഞ്ഞാ എനിക്ക്
തുള്ളിച്ചാടി പ്രാർത്ഥിക്കാനാണത്. എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നും പ്രാർത്ഥിക്കും. കാരണം വെച്ചാൽ ഓരോ അവസ്ഥ വരുമ്പോഴും ഞാൻ സങ്കീർത്തനം 91 ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ബൈബിൾ കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കും. രാത്രിയൊക്കെ എണീച്ച് പ്രാർത്ഥിക്കും, പകലും അതെ. കുറെ ജോലിയുണ്ട്. 7 പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ആ 7 പേരുടെ അത്ര അലക്കലും ഭക്ഷണം വെക്കലും എല്ലാ പണിയും ഞാനാ ചെയ്യാൻ. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരുപാട് സങ്കടം വരും. യേശുവേ എനിക്ക് പ്രാർത്ഥിക്കണമല്ലോ എന്ന് പറയുന്നാലും ക്ഷീണമില്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിൽ കൂടുതലുപരി ഇപ്പൊ ഇത് കേട്ടപ്പോ തൊട്ട് എന്താണെന്ന് അറിയില്ല ബ്രദർ, ഒരുപാട് സന്തോഷം. ബ്രദറിന്റെ കുടുംബത്തിനെ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണം. പിന്നെ തീർച്ചയായിട്ടും സിസ്റ്ററെ, തീർച്ചയായിട്ടും കർത്താവിലുള്ള സമാധാനമാണ്. നമുക്ക് വചനത്തിൻ്റെ തിരിച്ചറിവ് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വചനത്തിൻ്റെ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പം നമുക്ക് ഭയവും ഭാരവും വിട്ടുമാറി കർത്താവ് യേശു നമ്മുടെ ഉള്ളിലുണ്ടെന്ന്, കർത്താവ് കൂടെ ഉണ്ടെന്നൊരു ഉറപ്പ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സന്തോഷവും സമാധാനം വരുന്നത്. അത് നിങ്ങൾക്ക് ധൈര്യപ്പെടണം. അപ്പം അങ്ങനെയുള്ള വചനങ്ങൾ പിന്നെയും കേട്ടോണം. യേശു കൂടെയുണ്ട്, കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെ ഒരു പിശാചിനും വിട്ടുകൊടുക്കത്തില്ല, ഒരു വിഷയത്തിലും കളയത്തില്ല, നമ്മളെ സാക്ഷിയാക്കും കർത്താവ്. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ സിസ്റ്ററെ. ഇനിയും കർത്താവിൽ വളരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എന്തോ പറഞ്ഞു? ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, 3 ദിവസമായിട്ടുള്ള സൂം മീറ്റിംഗിൽ ഇങ്ങനെ കയറുന്നത്. അതിനു മുമ്പ് യൂട്യൂബിലൂടെ ഇരുന്ന് കേൾക്കുന്നത്. അപ്പോൾ ഒരു ഒരു കാര്യം ഇങ്ങനെ ബ്രദർ പറഞ്ഞത്, ഒരു ദിവസം കതവ് തുറന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു സ്ത്രീ കതവ് അടച്ച് വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും, ആ ഇടത് സൈഡിൽ ഒരു കലണ്ടർ തൂക്കിയിട്ട് വെക്കുന്നതും, അത് ഷെൽഫ് പോലെ എന്തോ ഒരു സാധനം ഇടത് സൈഡിൽ, അതിലൊരു ചുവന്ന സാധനം ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞത് ഒരു ബൈബിളാണ്. ചുവന്ന ബൈബിൾ കവർ ബൈൻഡിങ് ഉള്ള ബൈബിളാണ് വെച്ചിട്ട് ഇടത് സൈഡ് കലണ്ടർ തൂക്കിയിട്ടിരുന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. എന്തോ ഇടത് ഒരു സൈഡില് മിനിറ്റ് സിസ്റ്റർ. ബാക്കി എല്ലാവരും ഷിജുബോധറെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. സിസ്റ്റർ ഒരാൾ പറയുന്ന ആൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത്, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഓക്കെ സിസ്റ്റർ, പറഞ്ഞു. അതെന്റെ വീട്ടിലാണ്. ഇങ്ങനെ ഇടത് സൈഡിൽ കലണ്ടർ ഉള്ളതും ഇടത് സൈഡിൽ ഒരു ഷെൽഫ് മാതിരി, ഒരു കോർണർ സ്റ്റാൻഡ് മാതിരി, അതിൽ ഒരു ചുമന്ന കളറിലുള്ള ബൈൻഡുള്ള ഒരു ബൈബിളുമാണ് അത് വെച്ചിരിക്കുന്നത്. സിസ്റ്റർ അത് കേൾക്കുന്ന സമയത്ത് സിസ്റ്റർ നമ്മളിവിടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്ന ആളായിരുന്നു അതോ യൂട്യൂബിൽ? പക്ഷെ അത് യൂട്യൂബിലൂടെ ആയിരുന്നു ഞാൻ കേൾക്കുന്നത്. ഇപ്പൊ 3 ദിവസമായിട്ടുള്ളൂ സൂം മീറ്റിംഗിൽ ഇങ്ങനെ കയറാൻ. ഓക്കെ സിസ്റ്റർ, അത് കേൾക്കുന്നത് യൂട്യൂബിൽ വെച്ചായിരുന്നു. അപ്പോൾ സിസ്റ്ററുടെ ജീവിതം, സിസ്റ്ററുടെ വീടിൻ്റെ മുറിയായിരുന്നു ആ വെളിപ്പെട്ടതല്ലേ? ആമേൻ. തീർച്ചയായിട്ടും. അപ്പോൾ കർത്താവ് സിസ്റ്ററെ കണ്ടതിൻ്റെ അടയാളമാണ്. അപ്പോൾ ധൈര്യത്തോടെ ഇരുന്നോണം. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മുടെ മുറിയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവം നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററെ ധൈര്യപ്പെട്ടോണം കർത്താവിൽ. അപ്പോൾ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്നറിയാം, കർത്താവിനോട് ചേർന്ന് നിന്നാലെ കാര്യം എന്നറിയാം. എന്നോട് പറ്റിയിരിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിനോട് പറ്റിയിരിക്കുക, ദൈവം നമ്മളെ വിളിക്കുന്നു. ചേർന്നിരിക്കുക, കർത്താവ് നമ്മളെ അനുഗ്രഹമാക്കി മാറ്റാൻ ഇടയായിത്തീരും കേട്ടോ. ബ്രദറെ, പിന്നെ ഞാനൊരു പ്രാർത്ഥനാ വിഷയം സിസ്റ്ററെ വാട്സാപ്പിലിട്ടു. ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഇട്ടു, കഴിഞ്ഞ ആഴ്ചയിലും ഇട്ടായിരുന്നു. അത് ബ്രദർ നോക്കിയിട്ടില്ല. നോക്കി. എന്ത് വിഷയമായിരുന്നു അത്? ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചോളൂ സിസ്റ്ററെ. ഞാൻ വാട്സാപ്പിലുള്ള റിപ്ലൈകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇച്ചിരി താമസം വരും. അതുകൊണ്ടാണ് ഞാൻ എക്സാം ഉള്ളവർക്ക് വേണ്ടി, അർജൻറ്റ് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സൂമിൽ പ്രാർത്ഥിക്കുന്നത്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെയും ഞാൻ എന്തായാലും റിപ്ലൈ വരും കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് റിപ്ലൈ വരും. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. കർത്താവാണ്. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദർ, ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ല. പറഞ്ഞു സിസ്റ്ററെ. പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട്, BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അതേപോലെ ലിവറിൽ പുണ്ണ്, അൾസർ, നാവിൽ പുണ്ണ്. പക്ഷെ ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല ബ്രദർ. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥനയിലൂടെ എല്ലാം ഞാൻ മാറ്റുന്നു. ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന, അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പച്ചക്കറികളൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കണം എന്നാ പറഞ്ഞു വെറും വീട്ടിൽ. അതൊക്കെ കുറേ മാസം കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം അത് ഭക്ഷണം പറഞ്ഞ പാല്, തൈര്, ചായ, കാപ്പി, ഇഡ്ഡലി, ദോശ ഒന്നും പാടില്ല പറഞ്ഞു. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇഡ്ഡലി കഴിക്കുക, അത് 1-2 അല്ലാതെ വേറെ എന്തെങ്കിലും ഈ കോറക്കഞ്ഞിയോ ഗോതമ്പ് കഞ്ഞിയൊക്കെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കഴിക്കാനൊന്നും. പിന്നെ ഞാനതൊന്നും നോക്കണേ ഇല്ല. വചനത്തെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒരു അസുഖം ഉണ്ടാവില്ല, ദൈവം എനിക്ക് മാറ്റി തരുന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. വേറെ ഒന്നുമില്ല. മരുന്ന് എനിക്കിഷ്ടമല്ല
തീർച്ചയായിട്ടും സിസ്റ്റർ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോണം സിസ്റ്റർ. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളും വചനവും പറയുമ്പോൾ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം ശരീരത്തിൽ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ ടെസ്റ്റ് എന്താണോ ആ രോഗവുമായിട്ടുള്ള ടെസ്റ്റുകൾ അത് ചെയ്തതിന് ശേഷം ആ കൺഫർമേഷൻ ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് വെക്കുമ്പം നമുക്കൊരു രോഗം ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പറഞ്ഞതിന് ശേഷമുള്ള വ്യത്യാസങ്ങളെ കാണത്തക്കവണ്ണം, നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണത്തക്കവണ്ണം അത് ടെസ്റ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സിസ്റ്റർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണം. അത് നോർമലാണെന്ന് നമുക്ക് റിസൾട്ടുമായിട്ട് എന്ത് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം, വചനം പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ എപ്പോഴും ഒരു സംശയം കിടക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിലൊരു സംശയം കയറാൻ സാധ്യതയുണ്ട്. വിശ്വാസവചനം പറയുമ്പോൾ എപ്പോഴാണ് നമുക്ക് രോഗമുണ്ടെന്ന് ടെസ്റ്റ് ചെയ്തത്, ആ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് വിശ്വാസ പ്രഖ്യാപനം പറയുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ആ ടെസ്റ്റ് നിങ്ങളിൽ രോഗസൗഖ്യമായി എന്നുള്ള ഉറപ്പിൽ വേണം നമ്മളെപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ. അത് ശ്രദ്ധിച്ചോണം സിസ്റ്ററെ. കർത്താവിൽ അത് ബലപ്പെടട്ടെ. വിശ്വാസ പ്രഖ്യാപനം പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, അത് നിങ്ങൾ മറക്കരുത്, അത് നിങ്ങൾ ഓർത്തോണം. കർത്താവ് ആ കാര്യത്തിലേക്ക് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ആമേൻ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടേ. ഹലോ പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. ബ്രദർ കുറച്ചു മുമ്പ് ഒരു ആലോചന പറഞ്ഞായിരുന്നു, വീട്ടിൽ 3-4 ദിവസമായി കലഹം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പേര് പറയാനോട് ഞാൻ പറഞ്ഞു സിസ്റ്ററെ. മമ്മിയോട് കുറച്ച് തന്നെ ഞാനത് ഏറ്റെടുക്കുകയാണ്. ബ്രദർ പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടില് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് കൂടെ കടന്നു പോവാണ്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതെനിക്ക് എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ഏറ്റെടുക്കുന്നു. നമുക്കുമായിട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ അടയാളങ്ങൾ ഹലോ, ഇവിടെ എനിക്ക് കണക്ഷൻ ലോസ്റ്റ് ആയതാണ്. സിസ്റ്റർ കർത്താവ് അത് ഇടപെട്ടതാണ്. ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തെ കർത്താവ് ചെയ്യും കേട്ടോ. ഓക്കെ സിസ്റ്റർ, ധൈര്യമായിട്ടിരിക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മോൻ പറഞ്ഞില്ലയോ പരിഹാസത്തോടെ ജീവിക്കുന്ന വ്യക്തികളുണ്ടോന്ന്? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ ആ മോനെ അനുഭവിക്കുന്നത് മുഴുവൻ മോനെ, എന്റെ ജീവിതത്തിൽ അപമാനവും നിന്ദയും പരിഹാസവും മാത്രമേ ഞാൻ അനുഭവിക്കുന്നുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാനൊരു സന്തോഷം അനുഭവിച്ചിട്ടില്ല. സ്തോത്രം. തീർച്ചയായിട്ടും നമ്മൾ ഇനി മുതൽ ശ്രദ്ധിച്ചോണം. ഇനി മുതൽ പരിഹാസത്തോടും നിന്നയോടും ഒക്കെ പറയണം. ഇനി എൻ്റെ കുടുംബത്തിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ നമ്മൾ പരിഹാസം അനുഭവിക്കാനല്ല, ബൈബിൾ പറയുന്ന അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു. ഇനി മുതൽ അങ്ങനെ പറയണം. ഇനി മുതൽ പരിഹാസം എന്ന് പറയണ്ട. ഇനി മുതൽ പറയേണ്ടത് ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, വിളിക്കപ്പെട്ട ആളാണ്. എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം വരും. അനുഗ്രഹം അനുഭവിക്കാനാണ് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. ഇനി മുതൽ അതേ പറയാവുള്ളൂ, ഇനി മുതൽ അങ്ങനെ പറയാവുള്ളൂ. അത് നമ്മുടെ കുടുംബത്തിൽ വിളിച്ചു വരുത്തി വരിക തന്നെ ചെയ്യും. ആമേൻ. കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. പറഞ്ഞു. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് സോഷ്യൽ മീറ്റിംഗിൽ കയറുന്നത്. അപ്പോ ഞാൻ കയറുമ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നുണ്ടോ ബ്രദറെ? പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. സിസ്റ്റർ, എനിക്ക് ഓഡിയോ ക്ലിയർ അല്ല, റേഞ്ച് കട്ടാകുന്നുണ്ട്. ഞാനത് ഓർത്തു. ക്ലിയർ ആയില്ല സിസ്റ്ററെ, ക്ലിയർ ആയില്ല സിസ്റ്റർ പറഞ്ഞത്.
സിസ്റ്ററെ ക്ലിയർ ആയില്ലായിരുന്നു പറഞ്ഞത്. പിന്നെ ഇപ്പൊ എന്താ പറയുന്നുണ്ടാ? ഇപ്പൊ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, കട്ടായി. ഇപ്പൊ കേൾക്കുന്നുണ്ട്. അദ്ദേഹം സൂം മീറ്റിങ്ങിൽ കേറുമ്പോഴേ ബ്രദറ് പിന്നെ പറയുന്നത്, ബ്രദർ കൂടി ദൈവാത്മാവിൽ സംസാരിക്കുന്നത് അപമാനവും നിന്ന ഏൽക്കുന്നവരെ കുറിച്ചാണ്. അതാണ് എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അപമാനവും നിന്നയും ഏൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാം പിന്നെ ഒന്നുമില്ല, വീടില്ല, പിന്നെ ഇവര് എല്ലാത്തിൽ നിന്നും ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് മാറിപ്പോയി. അപ്പൊ ഒരുപാട് കഷ്ടവും വേദനയും നിന്നയും പരിഹാസവും അപമാനവും, ഞങ്ങളെ നോക്കിന്ന് അപമാനിച്ച് പരിഹസിച്ചിരിക്കുന്ന ദേശത്തിന്റെ മധ്യത്തിലാണ് ഞാൻ താമസിക്കുന്നത്. യേശുവിനെ അറിഞ്ഞിട്ട് ഒന്നും ഇല്ലാതായല്ലോ എന്നുള്ള ഒരു പരിഹാസ അപമാനം എന്റെ ജീവിതത്തിൽ അതെന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. സിസ്റ്റർ ഇനി മുതൽ സിസ്റ്റർ പറയണം, ഇനി നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്, നമ്മൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ടെന്ന് പറയാം. ഒരിക്കലുമല്ല. ഇന്നും മൂലം പറഞ്ഞു, കർത്താവേ ഞാൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ട്, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞു, എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ടെന്ന് ബൈബിൾ പറഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ പറഞ്ഞു, കർത്താവായ യേശുവേ അങ്ങേ അറിഞ്ഞത് നാശം വരാനല്ല, അങ്ങേ അറിഞ്ഞത് അനുഗ്രഹം അനുഭവിക്കാനാണ്. ഇനി മുതൽ ആ വചനമേ പറയാവുള്ളൂ. പത്രോസ്ലീഹയുടെ ലേഖനത്തിലുണ്ട് ആ വാക്യം അത് കണ്ടുപിടിച്ചവർ വേഗത്തിലൊന്ന് ആ സഹോദരിക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇന്ന് മുതൽ സഹോദരി ആ സാക്ഷ്യം പറഞ്ഞു. 1 പത്രോസ്ലീഹയുടെ ലേഖനത്തിലാണ്, അനുഗ്രഹം ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ യേശു എന്നെ വിളിച്ചിരിക്കുന്നു പറഞ്ഞോണം. എപ്പോഴും പറയണം, യേശു എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനാണ്. അത് സിസ്റ്ററെ പറഞ്ഞോണം. ഞാൻ ഉറപ്പിച്ചു പറയും, ഇത്രയും നാൾ അനുഭവിച്ച സകലതും നമ്മുടെ കുടുംബം വിട്ട് ഇറങ്ങി ഓടുന്നത് കാണാൻ പറ്റും. അത്ഭുതകരമായ പ്രവൃത്തിയെ കാണാൻ പറ്റും യേശു ജീവിക്കുന്നത് കൊണ്ട്. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആ സിസ്റ്റർക്ക് ഒന്ന് അയച്ചു കൊടുക്കണേ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒന്ന് പത്രോസ് 3:9. 1 പത്രോസ് 3:9. ആ സഹോദരി ഏതായിരുന്നു? ആ സഹോദരിക്ക് ഒരു മിനിറ്റ്. ഇപ്പൊ പറഞ്ഞ സഹോദരി ഏതായിരുന്നു? ആ പേരൊന്ന് പറയാമോ സഹോദരി? കോമളം എന്നുള്ള പേരാണ് പറഞ്ഞത്. ആ സഹോദരിക്ക് ഒന്ന് നിങ്ങൾ മെസ്സേജിൻ്റെ അകത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ആ സഹോദരിക്ക് ആ മെസ്സേജ് വചനം അയച്ചു കൊടുക്കുക. സഹോദരി എല്ലാ ദിവസവും ഈ വചനം പറഞ്ഞ സഹോദരി ഡോക്ടർ അയച്ചിട്ടുണ്ട് ആ വാക്യം. ഡോക്ടർ ആ വാക്യം കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ടല്ലോ. ആ വാക്യം എല്ലാവരും കാണുന്ന സിസ്റ്റർ ഇനി മുതൽ അതേ പറയാവുള്ളൂ. യേശുവിനെ അറിഞ്ഞത് ഞാൻ തകരാൻ വേണ്ടിയല്ല. യേശുവിനെ അറിഞ്ഞത് പത്രോസ്ലീഹ പറഞ്ഞു, ഈ കപ്പലിനല്ലാതെ നമുക്ക് ഒരാൾക്ക് പോലും ഒരു നാശം വരത്തില്ലെന്ന്. ഈശാന മൂലടിച്ച് തകർന്ന കപ്പലിൽ നിന്നുണ്ട് പൗലോസ് പറഞ്ഞു, നമുക്ക് ഒരുത്തനും ഒരു പ്രാണനും എന്ത് ചെയ്യത്തില്ല, തൊടത്തില്ല. ഇതാ കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തൊടത്തില്ല. ആമേൻ. അത് അണലി അടിച്ചാലും ഇനി ഏത് വലിയ വിഷയം വന്നാലും തൊടത്തില്ല. ആമേൻ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കണം. കാര്യം യേശുവിനെ അറിഞ്ഞ വ്യക്തി ജയാളിയാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, റോൺ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേരിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ബ്രദറെ? സ്റ്റാർട്ട് ചെയ്യാൻ എന്റെ മോന്റെ പേര് ജെറോൺ എന്നാണ്. അപ്പൊ അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെഡ് ഏക്കും, 12 years അവന് ഹെഡ് ഏക്കും, പിന്നെ ചിലപ്പോ ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൂടെ പനി വന്ന് മാറിയതേ ഉള്ളൂ. അപ്പൊ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോ വീണ്ടും ത്രോട്ട് ഇൻഫെക്ഷനും ഹെഡ് ഏക്കും ഒക്കെ ആയിട്ട് അവൻ ശരിക്കും ക്ഷീണിച്ച് കിടക്കുമായിരുന്നു. അപ്പോഴാ ബ്രദർ ഇങ്ങനെ മുമ്പേ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ഞാൻ അവന്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവന് ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എണ്ണീക്കുകയും പിന്നെ ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ രോഗാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മോന്റെ പേരൂടെ ഈ റോണിൽ അവസാനിക്കുന്നതായതുകൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞതാ ബ്രദറെ. തീർച്ചയായിട്ടും പരിസ്ഥിതി പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. ആ നിമിഷം തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു. അവൻ്റെ മേൽ അത്ഭുതകരമായ സൗഖ്യത്തെ പ്രത്യക്ഷമായി തന്നെ കണ്ടു. തമ്പുരാൻ അവനെ സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു ബ്രദർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടോന്നാ? നെറ്റ്വർക്ക് ഭയങ്കര പ്രോബ്ലം ഒരാഴ്ച കൊണ്ട് എനിക്ക്, അതുകൊണ്ട് പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. പറഞ്ഞു സിസ്റ്ററെ.
എനിക്കാണെങ്കിൽ ഞാൻ ഒത്തിരി പ്രയാസത്തോടെയാണ് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തത്. പിന്നെ ഞാൻ ഫാസ്റ്റിങ്ങിലും കൂടെയാണ്. ചില വിഷയങ്ങളാലൊക്കെ ഭാരപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്രദർ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയാം. തീർച്ചയായിട്ടും സിസ്റ്റർ, സിസ്റ്ററുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എനിക്ക് താഴെ പോകുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ. ആ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് അയക്കുക കേട്ടോ സിസ്റ്ററെ. ഓക്കെ ബ്രദർ, താങ്ക് യു. ഓക്കെ സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഹലോ പറഞ്ഞോ ഹലോ പറഞ്ഞോ. ബ്രദർ, എനിക്ക് 2001 എനിക്കിങ്ങനെ 4-ാം മാസത്തിൽ മിസ്കാരേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ ജോലി സ്ഥലത്ത് നിന്നാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. സീരിയസ് ആയിരുന്നു. അപ്പൊ ആ മാസം അവര് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലിയർ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത ശേഷം അതേ മാസം തന്നെ പിന്നെ വീട്ടിലേക്ക് വന്ന ശേഷം ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബ്ലീഡിങ് ആവാൻ തുടങ്ങി. പിന്നെ രണ്ടാമറിയും അവര് ചെയ്ത ശേഷം 2001 ഇത് നടന്നത്. പക്ഷെ അതിനുശേഷം എനിക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഒരു വേദനയാണ്, എന്നും വേദനയാണ്. അപ്പൊ ഞാന് സ്കാൻ ചെയ്തു, അവര് പറയണ എല്ലാ റിപ്പോർട്ട്സും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ മരുന്നുകൾ ഒരുപാട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ടും അത് മാറിയിട്ടില്ല. അങ്ങനെ പോയിക്കൊണ്ടു. ഞാൻ ഈ ഇപ്പൊ 3 മാസമായിട്ടാണ് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. റെഗുലർ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. അപ്പോ ഈ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള വചനങ്ങൾ എടുത്തിട്ട് ബ്രദർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ വേദന എപ്പോഴാ എന്റെ നിന്ന് പോയതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പൊ ഈ 2-3 ദിവസമായിട്ട് എനിക്ക് പിന്നെയും ശരീരത്തിന് ഒരു വേദനയൊക്കെ വന്നപ്പോ ഞാനിങ്ങനെ കർത്താവിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനം 23:6 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഈ വേദനയുടെ ഓർമ്മ വന്നു. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിൽ വന്നുകൊണ്ട് ആ വേദന പോയി. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യമാണ് എന്റെ. തീർച്ചയായും വേദന പോയി അല്ലേ? പോയി. എനിക്ക് ഓർമ്മയില്ല സാക്ഷി പറയും. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ശരീരത്തിന് കുറച്ച് പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശരീരം പെട്ടെന്ന് ക്ഷീണിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ബ്രദർ ഇന്നലെ പറഞ്ഞല്ലോ വിത്ത് വിധിക്കണം വായുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ വചനം ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് സങ്കീർത്തനം 23:6 കിട്ടും. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് അതിന്റെ ഓർമ്മ പോയി. ആ വേദന ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ ഇല്ലല്ലോ എന്നൊരു ഓർമ്മ വന്നു എനിക്ക്. തീർച്ചയായിട്ടും. വന്നപ്പോഴാണ് ഞാന് എത്ര നാളായിട്ട് സിസ്റ്റർ അനുഭവിക്കുന്നതായിരുന്നു ആ വേദന? 2001 എനിക്ക് ഇത് അബോർഷൻ ആയ ശേഷം അവര് 1 മാസം തന്നെ 2 പ്രാവശ്യം ചെയ്യേണ്ടി വന്നു എനിക്ക്. അവര് ക്ലിയർ ആയിട്ട് ചെയ്യാതെ അങ്ങനെ വന്നിട്ട് ആ വേദന അപ്പത്തൊട്ടതാണ്. എനിക്ക് ആഹാരം കഴിക്കുമ്പോ വേദനിക്കും, വെള്ളം കുടിക്കുമ്പോ വേദനിക്കും, നടക്കുമ്പോ വേദനിക്കും. ആ വേദനയും വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. അയ്യോ, ഇത് വലിയൊരു സാക്ഷ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കി, 2001 മുതൽ പ്രിയ മകൾ അനുഭവിക്കുന്നൊരു വേദന ആലോചിച്ച് നോക്കി. ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാഞ്ഞിട്ടല്ല, ഹോസ്പിറ്റലിൽ പോകാഞ്ഞിട്ടല്ല, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് അസ്വസ്ഥത. 2001 മുതൽ ഇത് 2024 നമ്മൾ ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും കാലം സിസ്റ്റർ പറഞ്ഞ പോലെ വേദനയുമായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ യേശു സൗഖ്യമാക്കി. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ പ്രിയ സഹോദരി സൗഖ്യമാക്കിയ വലിയ സാക്ഷ്യമാണ്. കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ആ രോഗസൗഖ്യത്തിൻ്റെ ശുശ്രൂഷയുടെ വചനവും കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം യേശുവിനകത്ത് വലിയതാവട്ടെ. 21 വർഷം എന്ന് പറഞ്ഞാൽ അത്ര വർഷം ചുമന്ന രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. അത്ഭുതമാക്കി നന്ദി സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കണം. അനേകരോട് ഈ സാക്ഷ്യം പറയണം. അനേകർക്ക് വേണ്ടി നമ്മളിനി പ്രാർത്ഥിക്കണം. അവരോട് പറയണം, യേശു എന്നെ തൊട്ടെങ്കിൽ നിങ്ങളെയും തൊടുമെന്ന് പറയണം. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ഞാൻ പിന്നെ 2 ദിവസമായിട്ടുള്ള സൂമിൽ കയറിയിട്ട് കഴിഞ്ഞ സൺഡേ ആണ് സുജാത എന്ന പേര് പറഞ്ഞിരുന്നു. തലമുറ മൂലം കുടുംബം അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 50 വയസ്സിനോടടുത്ത് പ്രായമുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് 57 വയസ്സായി. വേറെ ആരും ഈ വിഷയം ഏറ്റെടുക്കാത്തതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നു. അമ്മേ, തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞത് കേട്ടല്ലോ. പേര് വെളിപ്പെട്ടതാണ്. ആ വിഷയത്തെ കർത്താവ് തൊട്ടതാണ്. സിസ്റ്ററുടെ പേര് വെളിപ്പെടുത്തി ദൈവം ആ വിഷയം തൊട്ടതാണ്. സിസ്റ്റർ ധൈര്യമായിട്ട് ഏറ്റെടുത്തോണം. അതിൻ്റെ റിസൾട്ടുകൾ കാണും. ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ആ ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായ വ്യത്യാസങ്ങൾ ആൾക്കാർ പറയുന്നത്.
അതുകൊണ്ട് റിസൾട്ടുകളെ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. കേൾക്കുന്നുണ്ടേ. ഒരു മിനിറ്റ്, ആരുടെ മൈക്ക് അനങ്ങുന്നത്? പറഞ്ഞു. കർത്താവിന്റെ വലിയ സാക്ഷിയ ബ്രദറെ, ഞാൻ ഇപ്പോഴും ഇരിക്കുന്ന ജീവനത്തെ എനിക്ക് ഭയങ്കര പ്രതിസന്ധിയായിരുന്നു ഇന്നലെ. അതെല്ലാം തരണം ചെയ്ത് എൻ്റെ കർത്താവ് വചനത്തിലൂടെ. പിന്നെ ഇന്നത്തെ പ്രഭാത ദൂത് എനിക്ക് ഒരുപാട് അനുഗ്രഹമായിരുന്നു. അങ്ങേ കുടുംബത്തെയും കർത്താവ് കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവ്, അങ്ങ് കൊടുത്ത വലിയ സമാധാനത്തിന് നന്ദി. പ്രിയസ്റ്റ് ഈ ദിവസം വലിയ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോവാണ്, പക്ഷേ കർത്താവ് ഒരു സമാധാനത്തെ കൊടുത്തതിന് നന്ദി. അതിൻ്റെ മേൽ വലിയൊരു ആശ്വാസത്തിൻ്റെ സാക്ഷ്യം കൂടെ ദൈവം കൊടുക്കും. ഞങ്ങളതിനെ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞോ. ഹലോ, കേൾക്കാവോ? പറഞ്ഞു. എന്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. നാളെ ഇന്റർവ്യൂ ആണ്. അവന് വിശ്വാസത്തിൽ അല്പം കുറവാണ്. അവന് ധൈര്യപ്പെടുവാനും അവന് നാളെ ഒരു അത്ഭുത സാക്ഷിയാവാനും ഇടയാക്കണേന്നൊന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് നാളെ ഇൻ്റർവ്യൂ അല്ല, നാളെ ഇൻ്റർവ്യൂ ഉള്ളവർക്കും ഞാൻ എക്സാം ഉള്ളവർക്കും ഒക്കെ വേണ്ടി ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ സിസ്റ്ററുടെ കുടുംബത്തിനും വചനവും കൂടെ തരണേ അതിന് വേണ്ടി പ്രാർത്ഥിക്കാനേ. സിസ്റ്ററെ, ഞാൻ അയച്ചു തന്ന വാക്യത്തിൽ ബൈബിളിലെ വാക്യങ്ങൾ കിട്ടിയായിരുന്നോ? ആ വാക്യത്തിൻ്റെ അകത്ത് തലമുറയ്ക്ക് വേണ്ടിയുള്ള വചനമുണ്ട്. അത് പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. ഓക്കെ സിസ്റ്റർ, ഞാനിപ്പോൾ എക്സാം ഉള്ള ഞാൻ അവസാനം പ്രാർത്ഥിച്ചോളാം എല്ലാവർക്കും വേണ്ടി. ബ്രദർ അനിതയാണ്. ഞാനിപ്പോൾ ഈ പ്രാർത്ഥനയിൽ കൂടിയിട്ട് ആകെ ഒരാഴ്ചയേ ആയിട്ടുള്ളൂ സർ. ഞാൻ 2019 വിശ്വാസത്തിൽ വന്ന് സ്നാനം ചെയ്തതാണ്. തിരുമേശയിൽ എടുക്കാറുണ്ട്. ബ്രദർ കേൾക്കാമോ? ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഈ വിശ്വാസത്തിൽ വന്നിട്ട് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതുവരെ ഒരു ഔഷധവും ഞാൻ കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനും രോഗസൗഖ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥന ഞായറാഴ്ചയാണ് നമുക്ക് പോകേണ്ടത്. വെള്ളിയാഴ്ച എനിക്ക് പെട്ടെന്ന് ഒരു കാലിന് വേദനയെല്ലാം വന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പോൾ ഞാൻ എന്നും ഈ 91 സങ്കീർത്തനം പറഞ്ഞുകൊണ്ടേ നിൽക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, കഷ്ടത വരുമ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കുകയല്ലേ വേണ്ടത്. ഞാൻ എന്നിട്ട് ഇത് എബ്രായർ 4:16 പറഞ്ഞു കരുണ ലഭിപ്പാനും തത്സമയം സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടു കൂടി കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാന്ന് പറഞ്ഞു. ഞാൻ ഈ 91 സങ്കീർത്തനം ഇതും പറഞ്ഞുകൊണ്ടേ നിന്നു. ബസ്സിൽ കയറിയിട്ട് എനിക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് അവിടെ പോയി ഒന്ന് മിറ്റം തൂക്കണം. അത് ഞാൻ ഞാൻ ദൈവദാസനോട് പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്, എന്നെ നോക്കണ്ടെന്ന് പറഞ്ഞു. അത്ഭുതകരമായി ദൈവം എന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റി. രോഗം എവിടെയാ പോയെന്ന് അറിയില്ല. കർത്താവ് അത്ഭുതകരമായ ജയം തന്നു, തിരുരക്തത്താലുള്ള ജയം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവ് കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിന് നന്ദി. കർത്താവ് കൊടുത്ത അത്ഭുതകരമായ സാക്ഷ്യത്തിന് നന്ദി. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു സിസ്റ്റർ. പറഞ്ഞു സിസ്റ്റർ. എന്റെ പേര് സ്മിത എന്നാണ്. ഞാൻ ഇന്നലെ തൊട്ടാണ് ഇതിൽ കയറി തുടങ്ങിയത്. ഞാൻ 40 ഡേയ്സ് ഫാസ്റ്റിങ്ങിലാണ്. ഇന്നിപ്പോ 16ാമത്തെ ദിവസമായി. അപ്പോഴും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞത് സുഭാഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇന്നലെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ഈ ബൈബിൾ വേർഡ്സിനെ കുറിച്ചൊക്കെ ഇന്നലെ ബൈബിൾ വേർഡ്സിനെ കുറിച്ചൊക്കെ അതൊന്നും എനിക്ക് അത് കിട്ടിയിട്ടില്ലായിരുന്നു. അതിന്റെ ഗ്രൂപ്പ് ഒന്നും എനിക്ക് അറിയില്ല. ഇപ്പം യൂട്യൂബിന്റെ ലിങ്ക് വേറെ അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് അതെന്തോ വേണം എനിക്ക് ഗ്രൂപ്പിനകത്തൊന്നും ഞാനില്ല ഇതുവരെ. ഓക്കെ, ഒരു കാര്യം ചെയ്യും. ഇപ്പം നമ്മുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും ആ മെസ്സേജിലോട്ട് ഒന്ന് സെൻഡ് ചെയ്യുവാണെങ്കിൽ സിസ്റ്റർ ഇപ്പം മെസ്സേജിൽ ആരെങ്കിലും അയക്കും. ആരും അയച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ അയക്കാം. കാര്യം ഇപ്പം ഞാൻ ഫോണിലല്ല ഇത് കയറിയിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ലിങ്ക് അയക്കുന്നുണ്ടെങ്കിൽ സിസ്റ്റർക്ക് അത് വരും. ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്ത് അതിലാണ് നമ്മുടെ പ്രാർത്ഥന ലിങ്കുകളും യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രാർത്ഥനകളുടെ ഏതെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എല്ലാം വരുന്ന ഗ്രൂപ്പിലാണ്. ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒന്ന് കോപ്പി ചെയ്തിട്ട് സിസ്റ്റർക്ക് ഒന്ന് അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ട്, രശ്മി സഹോദരി ഇട്ടിട്ടുണ്ട്, ഗ്രൂപ്പിൽ ലിങ്ക്. സിസ്റ്റർ ഒന്ന് കയറിയിട്ട് ജോയിൻ ചെയ്തോ കേട്ടോ. ബ്രദറെ, എല്ലാരും ദൈവത്തെ അറിയാനും ഒന്നും വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ. തീർച്ചയായിട്ടും സിസ്റ്റർ, വചനത്തിലും കൂട്ടായ്മയിലും ബലപ്പെടുക. കർത്താവ് കുടുംബമായിട്ട് എല്ലാവരും കൂട്ടായ്മ വരാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി? ഇതുവരെ ആരെങ്കിലും ഗ്രൂപ്പിൽ ചേരാത്തവരുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് സിസ്റ്റർ ഇട്ടിട്ടുണ്ട്, സ്നേഹ സൗകര്യമൊക്കെ ഇട്ടിട്ടുണ്ട്, ആദ്യം സൗകര്യം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിലാണ്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രാർത്ഥന എല്ലാ ഡീറ്റെയിൽസും അവിടെ വരുന്നതായിരിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. എന്തോ ബ്രദറെ, പ്രൈസിലോട് ഞാൻ ഒരു കാര്യം ചോദിക്കാനായിട്ടാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷം കഴിഞ്ഞായിരുന്നു. ഇതുവരെയും പ്രഗ്നൻസി ആയിട്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് പോയി ചെക്ക് ചെയ്തായിരുന്നു ഫെബ്രുവരിയിൽ. അന്നേരം അത് നെഗറ്റീവായിരുന്നു. അതിനുശേഷം എനിക്കിപ്പോൾ എന്താ പറയുക, സിംറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ഇങ്ങനെ വയറെല്ലാം ഇതായിട്ട് വരുന്നുണ്ട്. ഞാൻ പോയി ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ശ്വാസം മുട്ടൽ എന്തോ ഒക്കെ ആയിട്ടൊരു കൺഫേം കിട്ടാത്തതുകൊണ്ട് ഞാൻ പോയി ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയാവോ? കാരണം ഞാൻ സിസ്റ്റർ ധൈര്യമായിട്ട് ചെക്ക് ചെയ്തോ. കർത്താവ് തലമുറയെ തരും കേട്ടോ. ധൈര്യമായിട്ട് ചെക്ക് ചെയ്യണം. എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. വിശ്വാസത്തോടെ തന്നെ ചെക്ക് ചെയ്തോണം. വചനം അറിയാലോ, തലമുറയ്ക്ക് വേണ്ടിയുള്ള വചനം അറിയാലോ. ആ വചനം ഏറ്റു പറഞ്ഞ് ധൈര്യമായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. തലമുറ ലഭിക്കും. അതിനെ കാര്യം ബൈബിളിൽ പറയുന്നത് തലമുറ ദൈവം തരുന്ന അവകാശമാണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് തരുന്ന അവകാശം തരത്തില്ലെന്നല്ല, താരുവെന്ന് തന്നെ പറഞ്ഞു. നീ പെറ്റ് പെരുകി ഭൂമിയിൽ പെരുകണമെന്ന് പറഞ്ഞേക്കുന്നത്. അതൊക്കെ വാക്തത്വങ്ങൾ. അതുകൊണ്ട് ദൈവം റെഡിയാണ്. നമ്മളത് ചാടി പിടിച്ചോണം കേട്ടോ. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും സിസ്റ്ററെ. ഹലോ ബ്രദറെ, എന്തോ ആ വചനം എനിക്ക് ഒന്നിട്ട് തരുമോ? ഏത് വചന? ബൈബിളിലെ ഡയറി. ഓക്കെ, ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ലിങ്കിനകത്ത് നമ്മൾ സൂമിനകത്തോട്ടാ ചെല്ലുന്നത്. ഓക്കെ, അല്ല സൂമിലല്ലോ, ഇട്ട ലിങ്കിൽ സൂമിനകത്തോട്ട് തന്നെ ഡൈവേർട്ട് ആയിട്ട് വരുന്ന ഒരു മിനിറ്റ്. നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടാൽ മതിയേ. വാട്സാപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഇട്ടാൽ മതി. ഒരു കാര്യം ചെയ്യാം, വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്കിലോട്ട് ഇടുക. ഞാൻ ഇന്ന് എല്ലാവർക്കും വേണ്ടിയുള്ള വചനം, അതായത് ഏറ്റു പറയേണ്ട വചനങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്നുകൂടി ഇട്ടേക്കാം. അത് നമുക്ക് എല്ലാവർക്കും അയക്കുന്നതിൽ നല്ലത് ഒരുമിച്ച് അയക്കാം. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഇടണ്ട കേട്ടോ. അയച്ചു കൊടുത്തവർ ശ്രദ്ധിച്ചോണേ. തലമുറകൾക്ക് വേണ്ടി എല്ലാ വചനവും വേണം. അതിൻ്റെ അകത്തുണ്ട് ഒരു വീഡിയോ പോലെ, ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഒത്തിരി വചനമുണ്ട്. ആ വചനം നോക്കി പ്രാർത്ഥിക്കുക കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ, കേൾക്കാമോ? പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാൻ. ബ്രദർ പറഞ്ഞില്ലേ ഇപ്പം റോഹൻ എന്ന് പറഞ്ഞ പേര്, അതെന്റെ മോന്റെയാണ്. റോഹൻ എന്നാണ് അവൻ വിളിക്കുന്ന പേര്. അവന് ജോലി അന്ന് കൊറോണ ടൈമിന് ജോലിയെല്ലാം വിട്ടിട്ട് വന്നതാ. ഇതേവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അവൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിയിട്ടില്ല. അങ്ങനെ അവന് വേണ്ടി ഞാനിപ്പം കഴിഞ്ഞ 4-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. ഇന്ന് 1 മാസം കറക്റ്റായി. അപ്പൊ അന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആലോചന എനിക്ക് വന്നിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്നൊക്കെയാണ്. അപ്പൊ ഇന്ന് വെളുപ്പിനെ തുടങ്ങി ഞാൻ അവന്റെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. യെശയ്യാ 10:17 അവന് ശകലം ഡിപ്രഷൻ പോലെയൊക്കെ ആയായിരുന്നു. അങ്ങനെ ഇപ്പം മെഡിസിൻ ഒന്നും ഇല്ല. പക്ഷെ അവന് മൂവ്മെന്റ് ഒന്നും മറ്റുള്ളവരോടൊന്നും കൂടുതൽ മിങ്കിളൊന്നും ആകത്തില്ലായിരുന്നു. അപ്പൊ അതിനു വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അന്ന് തുടങ്ങിയ പ്രാർത്ഥന ഇപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ പ്രാർത്ഥിച്ച് തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു മെസ്സേജ് രാത്രിയില് എനിക്ക് ഒരു 3 പ്രാവശ്യം കേട്ടു, എഴുന്നേക്ക പ്രാർത്ഥിക്കാന്ന്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ കൂടുതൽ പ്രയർ ആക്കാൻ തുടങ്ങി. രാത്രിയിലൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 138-ാമത്തെ സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞോണ് അത് മെസ്സേജ് കിട്ടി. അങ്ങനെ ഓരോ ദിവസവും ഓരോ വചനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണം. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ സോറിയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിന് 25 വർഷമൊക്കെ മെഡിസിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പൊ കുറെ നാളായി. അപ്പൊ അത് പ്രാർത്ഥനയും കൊണ്ട് തന്നെ മാറിയത്. അതൊരു വലിയ മിറക്കലായി പോയി. പിന്നെ ഇന്നലെ ബ്രദർ പറഞ്ഞായിരുന്നല്ലോ
അത്ഭുതങ്ങൾ നടക്കുമെന്നൊക്കെ. അപ്പൊ എനിക്ക് ഈ വചനമൊക്കെ വായിക്കും, വേദപുസ്തകം വായിക്കുമ്പോ ഒക്കെ എനിക്ക് ദൈവം ജനിച്ച നാട്ടിലൊക്കെ ഒന്ന് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം അതെങ്ങനെയാ സംഭവിച്ചെന്നൊന്നും അറിയില്ല. എനിക്ക് പോയിട്ട് വരാനൊക്കെ ക്രിസ്തു ജനിച്ചിടത്തും എല്ലാം പോകാനായിട്ട് എനിക്ക് അവസരം ദൈവം ഒരുക്കി തന്നു. അതുപോലെ ഈജിപ്തിലും എല്ലാം പോയി ഞങ്ങള്. അങ്ങനെ അത് നടക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒത്തിരി പേരോട് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാനത് പറയുകയാണ്. എൻ്റെ മോനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ആൻറ്റി, കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് അത് സാക്ഷ്യവാക്കും. ദൈവം ഇടപെടട്ടെ. കർത്താവ് ആലോചന ഇടപെട്ടതാണുള്ളത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോട്ടാം. ദൈവം അതിൻ്റെ മേൽ, വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യങ്ങൾ ഉള്ളവർ മാത്രം, നിങ്ങൾക്ക് ദൈവം ഇടപെട്ട സാക്ഷ്യങ്ങളുള്ളവർ മാത്രം പറയുക. പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ വാട്സാപ്പിലേക്ക് അയയ്ക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോട്ടെ, എന്തോ പറഞ്ഞു കേൾക്കുന്നുണ്ട് ബ്രദറെ. ഇതിൽ തന്നെ സൂമിൽ തന്നെ ഉള്ള എൻ്റെ ഒരു സിസ്റ്ററാണ്. പുള്ളിക്കാരി ഒരു മേജർ ഓപ്പറേഷൻ ഒക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഇന്ന് രാവിലെ പെട്ടെന്ന് ഒരു പനി വന്നു, നീരിറക്കം, ജലദോഷം, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പൊ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പ്രയർ ഞങ്ങൾ രണ്ടുപേരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ വേറെ സ്ഥലത്ത് നിൽക്കുകയാണ്. പുള്ളിക്കാരി തലയിൽ കൈവച്ചു, ഞാൻ യേശുവിന്റെ രക്തത്താൽ സൗഖ്യം. കുറെ നേരം ഞങ്ങളിങ്ങനെ ആ പ്രാർത്ഥന നടത്തി. അപ്പൊ എനിക്കൊരു പൂർണ്ണ വിശ്വാസമൊന്നും അല്ല, എന്നാൽ പോലും പക്ഷെ 2 മണിക്കൂർ കഴിയുമ്പോൾ പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞു പരിപൂർണമായിട്ട് സൗഖ്യമായി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. എനിക്കതൊരു വലിയൊരു അനുഭവമായിരുന്നു എനിക്കിന്നത്. പുള്ളിക്കാരി ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ പനി വന്നപ്പോൾ ഒരു പേടി വന്നത്. ഒരു മരണത്തിന്റെ വക്കോളം പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ്. ഏതായാലും അങ്ങനെ ഒരു വലിയൊരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. തീർച്ചയായിട്ടും ബ്രദറിന് ആദ്യത്തെ അനുഭവമാണ് അത്, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കാണാൻ. ആമേൻ. അത്ഭുതപ്പെട്ടല്ലേ? സ്വത്ര, അത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്ക് വൺസ് നമ്മളിലേക്ക് ആ രോഗകൃപ ആക്റ്റീവായി കഴിഞ്ഞാൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഇനി അതേ രോഗസൗഖ്യ ശുശ്രൂഷ വെളിപ്പെടും കേട്ടോ. ബ്രദർ പറഞ്ഞോളെ, ബ്രദറിന് തന്നെ അതിശയമായിരുന്നു ആ സൗഖ്യം വിളിച്ചു പറഞ്ഞത് പൂർണ്ണമായും മാറി എന്നുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ഇനി പ്രാർത്ഥിക്കുക, അത് നമ്മൾ തുറന്നിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ഇനിയും പ്രാർത്ഥിച്ചോണം. ഇനി ഇതുപോലെ അവസരങ്ങൾ വരുമ്പോൾ ചാടി പ്രാർത്ഥിച്ചോണം. കർത്താവ് സൗഖ്യമാക്കും. കേൾക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദറെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാനൊരു പ്രാർത്ഥനാ വിഷയം അയച്ചിട്ടുണ്ടായിരുന്നു, 2 തവണ അയച്ചേ. അതിന് എന്റെ മോള് വെളിയിൽ വർക്ക് ചെയ്യാണ് പേരിനായിട്ട്. അപ്പൊ അതിന്റെ 2 കൈയിലും ഇപ്പൊ ഈ ബ്രദർ പറഞ്ഞാല് ഈ സോറിയാസിന്റെ പോലത്തെ 5 ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം ചെയ്യാം. ഇനി മുതൽ നമ്മുടെ പ്രയറിൻ്റെ എൻ്റെ ഒരു മനസ്സിൽ വന്നതാണ്. നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ തന്നെ ഇപ്പോൾ നമ്മൾ പ്രയർ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്തോട്ട് മെസ്സേജ് ഇടാൻ പറ്റത്തില്ല. അടുത്ത ദിവസങ്ങളിൽ മുതൽ ഞാനൊരു നമ്മുടെ പ്രയറിന് വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ലിങ്ക് അയച്ചേക്കാം. അതിൽ നിങ്ങൾ പങ്കുചേരുക. അതിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക. ഇനി ഞാൻ പ്രാർത്ഥിച്ചില്ലേ പോലും അതിൻ്റെ അകത്ത് ആർക്കും പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിങ്ങൾ ആവശ്യമില്ല. ഇതിപ്പോൾ എനിക്ക് ഒത്തിരി ആൾക്കാർ വെറുതെ മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി പേര് മീൻസ് ഒത്തിരി യൂട്യൂബ് വീഡിയോസ് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് യൂട്യൂബ് വീഡിയോ അയക്കുമ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 പേര് ഒരുമിച്ച് അയക്കുമ്പോഴേക്കും 10 പേരുടെ പ്രയർ റിക്വസ്റ്റ് അതിൻ്റെ അകത്ത് താന്നു പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം എനിക്ക് മെസ്സേജുകൾ അയക്കാതിരിക്കുക. അതായത് നിങ്ങൾ എന്തെങ്കിലും പരസ്യങ്ങളോ മറ്റ് വീഡിയോസുകളോ മറ്റ് വേറെ യൂട്യൂബ് വീഡിയോസുകളോ അയക്കാതിരിക്കുക എന്നിലേക്ക്. പിന്നെ ആ ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ആവശ്യമില്ലാതെ ഉള്ള സംസാരങ്ങൾ അതിനകത്ത് വരുന്നത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പോൾ എന്നാലും ഒത്തിരി പ്രയർ റിക്വസ്റ്റുകൾ അങ്ങനെ മിസ്സാവുന്നത് കൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആർക്കും പ്രാർത്ഥിക്കാം. ആവശ്യമില്ലാത്തൊന്നും അതിൻ്റെ അകത്ത് ഷെയർ ചെയ്യരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ട് അതങ്ങനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യും. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പല ആൾക്കാർ ആവശ്യമില്ലാത്തുള്ള ചുമ്മാ ആൾക്കാരുടെ നമ്മളെ പെരുന്നാളിൻ്റെയും അതും ഇതും എല്ലാം ആവശ്യമില്ലാത്തതെല്ലാം പരസ്യങ്ങളും ഒക്കെ ഈ ഗ്രൂപ്പിൽ ഇടാൻ തുടങ്ങിയതുകൊണ്ട് ആ ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഒറ്റക്കാര്യം ശ്രദ്ധിക്കുക, ആവശ്യമില്ലാതെ അതിൻ്റെ അകത്ത് പറയാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം. കാരണം വെച്ചാൽ അത് ഒത്തിരി പിന്നെ ആൾക്കാർക്ക് തന്നെ ബഹളങ്ങളായി പോവും, കൺഫ്യൂഷനായി പോവും. കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒത്തിരി പ്രയർ റിക്വസ്റ്റുകൾ മിസ്സാകത്തില്ല. നിങ്ങൾ അതിൻ്റെ അകത്ത് പ്രയർ റിക്വസ്റ്റ് ഇടുമ്പോൾ ഞാൻ കണ്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കറിയാം, ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി.
ഞാനത് കാണുന്നെങ്കിൽ എനിക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ അത് അപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചു വിടുക. വോയിസ് റെക്കോർഡായിട്ട് അധികം നീട്ടി പ്രാർത്ഥിക്കരുത്. അതിന് എക്സ്ട്രാ ഒന്നും പറയാൻ നിൽക്കേണ്ട. കർത്താവെ, ആ സഹോദരയുടെ വിഷയത്തിൻ്റെ മേൽ യേശു അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി. ആ വിഷയം എന്താണോ അതിൻ്റെ മേൽ അങ്ങ് പ്രവർത്തിച്ചതിന് നന്ദി. അത്ഭുതമാക്കിയതിന് നന്ദി എന്ന് തന്നെ പറയുക. അത് സാക്ഷ്യമായെങ്കിൽ, സാക്ഷ്യമാകുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വോയിസ് റെക്കോർഡ് ഇടുക. അത് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ബലമാണ്. കാര്യം കർത്താവ് അത് ചെയ്തെന്നുള്ളതിൻ്റെ. അങ്ങനെ ചെയ്യുക. സാക്ഷ്യം ഇതിലും പറയാം. അങ്ങനെ ചെയ്യണോ വേണ്ട, നിങ്ങൾ അഭിപ്രായം പറ. വേണോ വേണ്ടയോ? അത് ഞാനൊരു അഭിപ്രായം പറയാം. വേണം ബ്രദറെ, വേണം 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 വേണം. അത് പ്രയർ റിക്വസ്റ്റ് പ്രയർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരു ഹെഡിങ് ഇടണം. അതിന്റെ പറഞ്ഞാൽ അറിയില്ല. അതെ അതെ. അല്ല, ഹലോ, ഞാനത് അത് നല്ല കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഈ സ്ഥിരം ചില ആൾക്കാർക്ക് ചില പരിപാടിയുണ്ട്. സകല യൂട്യൂബ് വീഡിയോകളും സകല ഈ ഫോർവേഡഡ് മെസ്സേജുകളും പടങ്ങളും ഒക്കെ ഇട്ടിട്ട് ഇതിനകത്തോട്ട് കുത്തി നിറയ്ക്കുന്ന പരിപാടി ഉണ്ടാവും. ഇതിപ്പോ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം പിന്നെ